വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 70ാമത്തെ ക്ലാസ്സിലേക്കാണ് 2026 ഫെബ്രുവരി മാസം 25-ാം തീയതി നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച വിഷയത്തിന് തുടർചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ 7 ഇടിനാഥത്തിൽ മറിഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളോടുള്ള ബന്ധത്തിൽ അതിൻ്റെ സംശയം മാറത്തക്കവണ്ണമുള്ള ഒരു പഠനമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയത്. അതിൽ പ്രതികാര ദിവസം, സേനാ ദിവസം, കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ, മഹിഷപുത്രൻ വെളിപ്പെടുന്ന ക്രോധ ദിവസം, കൂടാരപ്പെരുന്നാൾ, ഒടുക്കത്തെ നാൾ, ഉണ്ടാക്കുവാനുള്ള ദിവസം, ഇങ്ങനെ ഭാവിയിൽ സംഭവിക്കേണ്ട കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷയ്ക്ക് ശേഷമായി സംഭവിക്കേണ്ട കാര്യങ്ങളുടെ ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാനത്തിലേക്ക് ചെല്ലുമ്പോൾ അതിനുശേഷമുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോഴാണ്. അതിനുശേഷമായി മുദ്രകൾ പൊട്ടിക്കുന്നതിനുള്ള ബന്ധത്തിൽ എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു, കള്ളപ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നു. രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അതിനോട് നടക്കുന്ന തുടർ സംഭവങ്ങൾ, 7 കാഹളം, ഭൂമിമേൽ ചൊരിയപ്പെടുന്ന മൂന്നാമത്തെ വലിയ കഷ്ടമാകുന്ന 7 ക്രോധകലശങ്ങൾ, എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ സമാപനത്തോട് അടുക്കുമ്പോൾ നടക്കുന്ന 7 ഇടിനാഥത്തിൽ മറിഞ്ഞിരിക്കുന്ന പ്രാരംഭ ദിവസമായിരിക്കുന്ന പ്രതികാര ദിവസത്തിൻ്റെ വെളിപ്പെടൽ അല്ലെങ്കിൽ അതിൻ്റെ സംഭവങ്ങളിലേക്കാണ് തുടർന്നുള്ള സംഭവങ്ങൾ നിറവേറപ്പെടുന്നത്. ഇപ്പോൾ പ്രതികാര ദിവസം ഉള്ള വിഷയം, അത് വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ 2 അധ്യായങ്ങളെ നമ്മൾ മൊത്തമായി പഠിക്കണം. എന്നാൽ അതിന് മുമ്പായി 14-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ കൂടി ഉൾപ്പെട്ട് ഈ ഉള്ള ഒരു പഠനമാണ് പ്രതികാര ദിവസത്തോട് ബന്ധത്തിൽ നിർവഹിക്കുവാൻ കർത്താവിൽ നമ്മൾ ശരണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ യോഹന്നാൻ ഉണ്ടാകുന്ന 3ാമത്തെ ആത്മവിവശതയിലാണ് മഗധിയാം ബാബിലോണിൻ്റെ ന്യായവിധിയും തുടർ സംഭവങ്ങളും കാണിപ്പാനായി ദൂതൻ അവനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് 17-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ സ്വർഗീയ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഈ 4 ആത്മവിശുദ്ധകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് 4-ാം അധ്യായം, വെളിപ്പാട് 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ കയറി വരിക എന്ന് പറയുന്നത് അവനെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൻ്റെ ആത്മമണ്ഡലത്തിലേക്ക് അവനെ കൊണ്ടുപോയി കാണിക്കുന്ന വിവരങ്ങളാണ്. എന്നാൽ 10-ാം അധ്യായം 8-ാം വാക്യത്തിൽ നീ ചെന്ന് കയ്യിലിരിക്കുന്ന പുസ്തകം വാങ്ങി തിന്നുക എന്ന് പറയുമ്പോൾ അവൻ മടങ്ങി വരുന്നു. അപ്പം ഇതിനെല്ലാം ആരംഭവും അവസാനവും ഉണ്ട്. എവിടുന്ന് യോഹന്നാൻ പ്രവേശിച്ചു, അവൻ എങ്ങനെയാണ് അടുത്ത ആത്മവിശുദ്ധ കാണുന്നത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ 4 ആത്മവിശുദ്ധ എന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്യേണ്ടത്. അത് എവിടെ പറഞ്ഞു തുടങ്ങി, എവിടെ അത് അവസാനിച്ചു, അടുത്ത ആത്മവിശുദ്ധ എവിടെയാണ്, അത് എവിടുന്ന് പറഞ്ഞു തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നീ ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദത്തിൽ യോഹന്നാൻ എടുക്കപ്പെട്ട ശേഷമായി വെളിപ്പാട് പുസ്തകം മുഴുവനും ദർശിച്ചെഴുതുന്നത് ആ വാതിൽ തുറന്നിട്ടിരിക്കുന്ന കണ്ടല്ല എഴുതുന്നത്. 10-ാം അധ്യായം 8-ാം വാക്യത്തിൽ നീ ചെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ദൂതൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം വാങ്ങി തിന്നാൻ പറഞ്ഞുകൊണ്ട് നീ ഇവിടെ വെച്ച് എഴുതണ്ട, നീ താഴേക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മടങ്ങി വരുന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നപ്പോൾ ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തിൽ യോഹന്നാൻ കയറിപ്പോയിട്ട് അവൻ ഭൂമണ്ഡലത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നത് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ആജ്ഞപ്രകാരമാണ്. പിന്നീട് 3ാമത്തെ ആത്മവിശുദ്ധയിലേക്ക് വേണ്ടി 7 ക്രോധകലശമുള്ള ദൂതന്മാരിൽ ഒരുവൻ അവനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു കൊണ്ടുവരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ കയറി വരിക എന്നല്ല, വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവനത് കാണുന്നത്. അതുകൊണ്ട് ആണ് ഇവിടെ കയറി വരിക എന്നുള്ളത് ഉയരത്തിലേക്ക് പോകുന്നു, ഇറങ്ങിച്ചെല്ലുക താഴുകയില്ല എന്ന് മടങ്ങി വന്നു. എന്നാൽ 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ കൊണ്ടുപോകുന്നത്. അവനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാർ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക ഭൂമിയിലെ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് വന്നു, ഭൂമിയിലെ നിന്ന് മരുഭൂമിയിലേക്ക്, ആത്മീയ മരുഭൂമിയിലേക്ക് അവനെ കൊണ്ടുപോകുന്നുള്ള ബന്ധത്തിലാണ് വരിക എന്ന് 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമായി ആ ആത്മാവിൽ അവൻ മരുഭൂമിയുടെ അവസ്ഥയിൽ ആണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വരെ പ്രവചിച്ചിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത് ആത്മീയ മരുഭൂമിയാകുന്ന മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാണുന്ന കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 21-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലാണ് അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക, കുഞ്ഞാണ്ട് കാന്തയായ മണവാട്ടിയെ കാണിച്ചുതരാമെന്ന് പറഞ്ഞ് ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ആത്മീയ വിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നാണ് ഈ സ്വർഗീയ യെരൂശലേമിനെ കുറിച്ചുള്ള മുഴുവനും തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ വരിക എന്ന ശബ്ദത്തിൽ കയറിപ്പോയിട്ട് പിന്നീട് അവിടെ തന്നെ ഇരുന്ന് മുഴുവൻ കാര്യങ്ങൾ എഴുതി വെളിപ്പാട് പുസ്തകം ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. എന്നാൽ അവൻ 3 സ്ഥലങ്ങളിലേക്ക്, 4 സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന സ്വർഗീയ മണ്ഡലത്തിലേക്ക് എടുക്കപ്പെടുന്നു. അതിൻ്റെ തെളിവ് 4-ാം അധ്യായം 1-ാം വാക്യം. അവൻ വീണ്ടും ഭൂമിയുടെ മണ്ഡലത്തിലേക്ക് മടങ്ങി വരുന്നു. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 8-ാം വാക്യം. അവനെ മരുഭൂമിയിലേക്ക് ദൂതൻ കൊണ്ടുപോകുന്നു. 17-ാം അധ്യായം 1-ാം വാക്യം. 21-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് വരിക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വൻമലയിൽ കൊണ്ടുപോയി കാന്തയായ കുഞ്ഞാടിനെ കുറിച്ചുള്ള സ്വർഗീയ യെരൂശലേമിനെ കുറിച്ചുള്ള വിവരണം കൊടുക്കുന്നത്. ഇപ്പോൾ വേദപുസ്തകത്തിൽ എല്ലാത്തിനും ആരംഭവും അവസാനവുമുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ സാങ്കല്പികതകൾക്കോ അനുസരിച്ചല്ല ദൈവജനം പഠിപ്പിക്കേണ്ടത്. ദൈവജനം ചിന്തിക്കുമ്പോൾ അതിനൊക്കെ എവിടെയാണ് ആരംഭമെന്ന് നോക്കേണ്ടതും എവിടെയാണ് അവസാനമെന്നും കണ്ടുപിടിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും താല്പര്യമാണ്. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് അങ്ങനെയാണെന്ന് പറഞ്ഞു പോവുകയല്ല. ഒരു ആരംഭം വിട്ട ദൈവൻ അവസാനം അത് കാണിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ യോഹന്നാൻ മുഴുവനും സ്വർഗീയ മണ്ഡലത്തിൽ പോയി വാതിൽ തുറന്നു കൊടുത്ത് കണ്ട് അവൻ എഴുതിയതല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. പോയ യോഹന്നാൻ മടങ്ങി ഭൂമിയിലേക്ക് വന്നു എന്നുള്ള തെളിവ് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 8-ാം വാക്യം. മരുഭൂമിയിലേക്ക് അവനെ കൊണ്ടുപോയി എന്നുള്ളത് 17-ാം അധ്യായം 3-ാം വാക്യം. അവനെ ഉയർന്നൊരു വൻമലയിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന 21-ാം അധ്യായം 9-ാം വാക്യമാണ്. അപ്പോൾ അങ്ങനെ ഈ ആത്മമണ്ഡലത്തിൽ ഭൂമിയിൽ വന്നിട്ട് അവനെ വരിക എന്ന് കൂട്ടിക്കൊണ്ടുപോയി കാണിക്കുന്ന കാര്യങ്ങൾ അത് മുഴുവനും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ പ്രാരംഭത്തിൽ നാം കാണുന്നത് അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന സന്ദർഭത്തെക്കുറിച്ചുള്ള വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാർ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു, തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതേക്കുറിച്ച് രേഖപ്പെടുത്തി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മർമ്മം മഗ്ദിയാം ബാബിലോൺ എന്ന മഹാവേശ്യയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവളെ ദൈവം ന്യായം വിധിക്കുകയാണ്. എന്നാൽ ഇത് തമ്മിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തോടു കൂടി ആണ് ഈ മർമ്മം മഗ്ദിയാം ബാബിലോൺ ആകുന്ന മഹാവേശ്യയുടെ അവളെ മുഴുവൻ വെളിപ്പെടുത്തുകയും അവിടെ നാശത്തെയും വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കുഞ്ഞാടിൻ്റെ മണവാട്ടി സ്വർഗാസുഖത്തിൽ അവിടെ എത്തപ്പെട്ടിരിക്കുമ്പോൾ ഭൂമിയിൽ നടക്കുന്ന നേർവിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഭൂമിയിൽ വലിയ ഒരു പ്രതിസന്ധിയെ ലോകത്തിലെ ജനത മുഴുവൻ അഭിമുഖീകരിക്കത്തക്കവണ്ണമുള്ള ചില വിഷയങ്ങളിലേക്ക് ദൈവം ഇവിടെ മനസ്സിനെ വിവേകശൂന്യമാക്കി കളഞ്ഞുകൊണ്ട് തമ്മിൽ ഇല്ലാതാക്കി കളയുന്ന ഒരു ന്യായവിധിയാണ് ഇതിനുള്ള ബന്ധത്തിൽ നടക്കുന്നത് എന്നുള്ളത് തുടർന്നുള്ള പഠനങ്ങളിൽ വെളിപ്പെടുത്തും. എന്നാൽ അതിനോടനുബന്ധമായി നാം പഠിക്കുമ്പോൾ 7-ാം കലശം ഒഴിച്ചതിന് ശേഷമാണ് ദൈവത്തിൻ്റെ ക്രോധമധ്യമുള്ള പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ അവളെ ഓർക്കുന്നത് ഈ ദൈവത്തിൻ്റെ ക്രോധകലശം 7 ആകാശത്ത് ഒഴിച്ചതിന് ശേഷമാണ് ഈ ക്രോധമധ്യമുള്ള പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് വേണ്ടി ഓർക്കുന്നത്. അപ്പോൾ 7 ക്രോധകലശങ്ങൾ വേറെ, ക്രോധ മധ്യമുള്ള പാത്രം വേറെ. ഇപ്പം ക്രോധം എന്ന് പറയുമ്പോൾ, പ്രതികാരം എന്ന് പറയുമ്പോൾ എല്ലാം ഒരുപോലെ എടുത്ത് പഠിക്കരുത്. അപ്പോൾ ദൈവകോപത്തിൻ്റെ ക്രോധ മധ്യമുള്ള പാത്രമാണ് മഹാബാബിലോന് കൊടുക്കുന്നത്. അതിനുശേഷം
ഓരോ കാര്യങ്ങളുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അതിന് വ്യത്യസ്തമായ രീതിയിലുള്ള പദങ്ങൾ ഓരോ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കിയെടുക്കേണ്ടത് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പോൾ ഇത് കാണിപ്പാനായിട്ടാണ് അവനെ 7 ക്രോധകലശം ഉള്ള ഒരു ദൂതന്മാർ ഒരുവൻ ആത്മവിവശതയിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ 7ാമത്തെ ക്രോധകലശം ആകാശത്തിൽ ഒഴിക്കുന്ന അതേ സമയത്ത് തന്നെ ഉടൻ തന്നെ യോഹന്നാനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഈ 7 ക്രോധകലശമുള്ള ദൂതന്മാരുള്ള ബന്ധത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് 3ാമത്തെയും 4ാമത്തെയും ആത്മവിശ്വാസം സംഭവിക്കുന്ന സകല കാര്യങ്ങളും കാണിപ്പാൻ അവനെ കൊണ്ടുപോകുന്നത് 7 ക്രോധകലശമുള്ള ദൂതന്മാരിൽ ഓരോരുത്തരാകുന്നു. അപ്പോൾ മരുഭൂമി എന്നതുകൊണ്ട് നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നു. മരുഭൂമി എന്ന ആത്മാവാം ജീവജല നദി ഒഴുകാത്ത ഭൂമി എന്നാകുന്നു മരുഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആനന്ദ നദി, പരിശുദ്ധാത്മാവിന്റെ നദി ഇപ്പോൾ ഭൂമിയിൽ ഒഴുകുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയോടു കൂടി ആത്മാവാം നദി ഇവിടുന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ മരുഭൂമിയുടെ അവസ്ഥ കൂടുകയും വലിയ കൊടിയ ഒരു വേലനിലെ അനുഭവത്തിലേക്ക് ലോകം നീങ്ങുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന ആനന്ദ നദി, മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന നദി, മനുഷ്യനെ മാനസാന്തരപ്പെടുന്ന നദി, അത് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം വലിയ മരുഭൂമിയും കൊടിയ വേനലിന്റെയും കാലമായി തീരും. അതേക്കുറിച്ചാണ് ഇവിടെ മരുഭൂമി എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ജീവനുള്ള ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നത് ലോകസ്നേഹമാകുന്നു. അതിന് ഈ ലോകസ്നേഹത്തെയാണ് അതിനെ വ്യഭിചാരത്തോട് തുല്യമായി പറഞ്ഞിരിക്കുന്നത്. യാക്കോബ് അപ്പോസ്തലനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലയോ വ്യഭിചാരികളായുള്ളവരെ എന്ന് പറയുമ്പോൾ അത് ലോകത്തിന്റെ സ്നേഹത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതല്ലാതെ പൊതുവിൽ പറയുന്ന പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ബന്ധത്തോടുള്ള ബന്ധത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആത്മീയ അർത്ഥതലത്തിൽ നാം ചിന്തിക്കുമ്പോൾ ലോകസ്നേഹത്തെക്കുറിച്ചാണ് വ്യഭിചാരി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥമെന്ന് യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ലോക വ്യാപാര സമ്പദ് വ്യവസ്ഥയോട് ചുക്കാൻ പിടിക്കുന്ന പ്രമുഖ നഗരമാണ് ബാബിലോൺ. അപ്പോൾ അതിനെയാണ് മഹാവേശ്യയോട് ബന്ധത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. പ്രകാരം പെരുവള്ളങ്ങളുടെ മീതെ ഇരിക്കുന്ന മഹാവേശ്യ ആരാകുന്നു എന്നുള്ള വിവരണമാണ് ഇവിടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് 17-ാം അധ്യായം 3 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മർമ്മഗതിയം ബാബിലോൺ, എതിർക്രിസ്തുവാകുന്ന മൃഗം, അവനോടുകൂടി രാജ്യത്വം പ്രാപിക്കുന്ന 10 രാജാക്കന്മാർ എന്നിവരെ കുറിച്ചുള്ള മർമ്മം ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ മർമ്മമഗ്രിയം ബാബിലോണോടുള്ള ബന്ധത്തിൽ എതിർക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ് ഈ 17-ാം അധ്യായം 3 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകുമ്പോൾ ഇതിനു മുമ്പ് പഠിച്ച കാര്യങ്ങളെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മർമ്മമഗ്രിയം ബാബിലോണിനെ കുറിച്ചുള്ള ആലങ്കാരിക ഭാഷയിലുള്ള വെളിപ്പെടുത്തലാണ് 17-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് അത് നമുക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ അതെന്താകുന്നു എന്നുള്ളതിന്റെ വിവർത്തനം, വ്യാഖ്യാനം നമ്മൾ വായിച്ച് നമുക്കത് ഗ്രഹിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാകും. നമ്മൾ 13-ാം അധ്യായം വായിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അതുപോലെ 12-ാം അധ്യായം വായിച്ചപ്പോഴും സാധാരണയെക്കുറിച്ചും അവൻ്റെ തലയെക്കുറിച്ചും കൊമ്പുകളെക്കുറിച്ചും ഒക്കെ വിവരണം മനസ്സിലാക്കിയതുപോലെ തന്നെ വീണ്ടും ഇവിടെ ഈ മർമ്മമഗ്രിയ ബാബിലോണുള്ള ബന്ധത്തിൽ കള്ളപ്രവാചനാൽ ഉളവാകുന്ന അല്ലെങ്കിൽ ഉളവാക്കിയെടുക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ മർമ്മമഗ്രിയം ബാബിലോണാകുന്ന ലോക സമ്പദ് വ്യവസ്ഥയെ മുഴുവനും ചുമന്നുകൊണ്ട് നിൽക്കുന്നത് എതിർക്രിസ്തുവാകുന്ന മൃഗമാകുന്നു. ഇന്നത്തെ സാമ്രാജ്യത്വങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളുടെയും പ്രധാന ദൗത്യം നീതി ന്യായമൊന്നുമല്ല. അവരെല്ലാം വിചാരിക്കുന്നത് ഞങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കണം, ഞങ്ങളുടെ വാർഷിക വരുമാനം വർദ്ധിപ്പിക്കണം. അപ്പോൾ ഏറ്റവും അധികം സമ്പത്തുള്ള രാഷ്ട്രമാണ് ഏറ്റവും അധികം ഡെവലപ്പായിട്ടുള്ളത് അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന രാഷ്ട്രമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആ നിലവാരത്തിൽ ഈ മൃഗം ചുമന്നുകൊണ്ട് നിൽക്കുന്നത് ഈ സാമ്പത്തികമായിട്ടുള്ള നിയന്ത്രിക്കുന്ന ആ നഗരത്തെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് ചുമന്നുകൊണ്ട് നിൽക്കുന്നത്. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചു, പൊന്നും രത്നവും മുത്തുമണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപ്പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മമഗ്രിയം ബാബിലോൺ
വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു മാതാവിനെ, മ്ലേച്ഛതയുടെ മാതാവിനെ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ നമുക്ക് മീതെയുള്ള യെരൂശലേമിനെ പരിശുദ്ധാത്മാവാം ദൈവം വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നത് മീതെയുള്ള യെരൂശലേമാകുന്നു നമ്മുടെ അമ്മ, അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ വിശുദ്ധന്മാരുടെ കൂട്ടായ്മകളെ, വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ പുതിയ യെരൂശലേമോട് ചേരാനുള്ളവരെ വെളിപ്പെടുത്തുന്ന മീതെയുള്ള യെരൂശലേമിനെ വെളിപ്പെടുത്തുമ്പോൾ മറുഭാഗത്ത് ഭൂമിയോടുള്ള ബന്ധത്തിൽ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് മർമ്മമഗതിയാം ബാബിലോണിയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവളെക്കുറിച്ച് പറയുമ്പോൾ അത് അവൾ സകല വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഈ നെറ്റിയിൽ എഴുതിയിരിക്കുന്ന പേര് കാണിക്കുന്നത് ഇവളാണ് ഇതിൻ്റെ എല്ലാം ഉത്ഭവസ്ഥാനം, പ്രഭവസ്ഥാനം. അതാണ് മർമ്മം മഗതിയാം ബാബിലോൺ ആകുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഇതിൽ അടഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. നമുക്കറിയാം, ഇവിടെ ധരിച്ചിരിക്കുന്നത് ഉള്ള കടുംചുവപ്പുള്ള സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പുള്ള നിറവും വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തുമണിഞ്ഞവളായി തൻ്റെ വേശ്യാമൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ പൊൻപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഈ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീയെക്കുറിച്ചും അതുപോലെ തന്നെ അവളിരിക്കുന്ന മൃഗത്തെക്കുറിച്ചുമുള്ള വെളിപ്പെടുത്തലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എതിർക്രിസ്തു എന്ന മൃഗത്തെയാണ് ഇവിടെ 7 തലയും 10 കൊമ്പും ഉള്ളതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, എതിർക്രിസ്തു എന്ന മൃഗത്തെയാണ് ഇവിടെ 7 തലയും 10 കൊമ്പും ഉള്ളതായിട്ട് ചിത്രീകരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു മാനവ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാടാണെങ്കിൽ മൃഗമാകുന്ന എതിർക്രിസ്തു സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമക്കുന്നതിന്റെ പ്രതീകമാണ്. അപ്പോൾ യേശുക്രിസ്തു കാൽവറിയിലേക്ക് ക്രൂശ് ചുമന്നുകൊണ്ട് പോയപ്പോൾ അവൻ മനുഷ്യപാപത്തിന്റെ പാപത്തെ മുഴുവൻ ചുമന്നൊഴിക്കുകയാണെങ്കിൽ എതിർക്രിസ്തു ചുമന്നൊഴിക്കുകയല്ല, അവൻ അതിനെ വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സർവ്വ ലോകത്തെയും പാപത്തിലേക്ക് നയിക്കുന്നതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ശക്തി ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എതിർക്രിസ്തുവിൽ വ്യാപരിച്ചിരിക്കുന്ന ആത്മാവാം സാത്താനികമാണ് എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എതിർക്രിസ്തു സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവൻ പെരുവെള്ളമാകുന്ന സകല ജാതികളെയും മധ്യത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ ചുമന്നുകൊണ്ട് നിൽക്കുന്നതായിട്ട് യോഹന്നാൻ കാണുന്നത്. ഒളിവിനെ ആത്മാവിൽ ഇത് കൊടുക്കുമ്പോൾ ഇതിന് പിമ്പിൽ ഓരോന്നിനും ഓരോ അർത്ഥങ്ങളാണുള്ളത്. അപ്പോൾ പാപത്തിന്റെ സകല മ്ലേച്ഛതകളും പ്രവർത്തിക്കുന്ന സകല അശുദ്ധ മനുഷ്യർക്കും സംരക്ഷണം കൊടുക്കുന്ന കർത്തവ്യമാണ് മൃഗമാകുന്ന എതിർക്രിസ്തു ചെയ്യുന്നത്. അപ്പോൾ പാപം ചെയ്യുന്നവർക്ക് ലൈസൻസ് കൊടുക്കുക, പാപം ചെയ്യുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എതിർക്രിസ്തുവിന്റെ ഭരണ സംവിധാനത്തിൽ നടക്കുന്ന പ്രധാന കാര്യം. അതിന് വിരുദ്ധമായി നിൽക്കുന്നവരെ കൊന്നുകളയുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് അങ്ങനെ ഒരു ലൈസൻസ് ഇല്ലാതെ പാപം ചെയ്യുന്നവരെ, തെറ്റുകാരെ ചെയ്യുന്നവരെ എല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് പാപം ചെയ്യാത്തത്. അല്ല, അന്നൊരു കാലഘട്ടം വരുമ്പോൾ വ്യഭിചാരം ചെയ്യുന്നതിനോ മദ്യപിക്കുന്നതിനോ ചരസടിക്കുന്നതിനോ ട്രക്ക് അടിക്കുന്നതിനോ അങ്ങനെയുള്ള പാപത്തിന്റെ പ്രവൃത്തികൾ എന്ത് ചെയ്താലും, ഇരുളിന്റെ പ്രവൃത്തി എന്ത് ചെയ്താലും അവർക്ക് സംരക്ഷണം കിട്ടും, അവർക്കതിനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വിരുദ്ധമായി നിൽക്കുന്നവരെ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞുകൊണ്ടാണ് ഈവന്റെ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അന്നത്തെ ലോകത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയുന്നല്ലോ. ഇന്ന് അവിടെ ഇവിടങ്ങളിലൊക്കെ കാണുന്ന സംഭവങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു കാലഘട്ടം വരാൻ പോകുന്നതിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബോധമുള്ളവര് വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെ ബോധമുള്ളവരെ കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കും. ബോധമില്ലാത്ത സുബോധമില്ലാത്ത ഒരു മാനവലോകം ഈ ലോകത്തിൽ പിറവിയെടുക്കാൻ പോകുന്നു, അത് വരുവാൻ പോകുന്നു. അന്ന് അതിൻ്റെ മുഴുവനും ചുമന്നുകൊണ്ട് നിൽക്കുന്നത്, അതിന് സംരക്ഷണം കൊടുക്കുന്നത് ഈ എതിർക്രിസ്തു ആകുന്ന മൃഗമാകുന്നു. അവനോടുള്ള ബന്ധത്തിലാണ് 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണങ്ങൾ നിറഞ്ഞ കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. ഇപ്പൊ ഈ സ്ത്രീ എതിർക്രിസ്തുവാണ്. എതിർക്രിസ്തു ആകുന്ന മൃഗത്തിലാണ് സ്ത്രീ ഇരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അശുദ്ധിയുടെ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്ന സ്ത്രീയെ മൃഗം ചുമന്നുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ആലങ്കാരികമായി ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്ന സ്ത്രീ പ്രതിനിധീകരിക്കുന്നത് ലോകാരംഭം മുതൽ ലോകാവസാനം വരെ ദൈവത്തെ സ്നേഹിക്കാത്ത സകല അശുദ്ധ മനുഷ്യരുടെയും
ഭൂമിയിലെ ഉറവിടത്തെയാണ് സ്ത്രീ, മൃഗം എന്നിവിടെ പ്രസ്താവിച്ചിരിക്കുന്നതിന്റെ വിശദീകരണം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ സ്ത്രീയെക്കുറിച്ചും മൃഗത്തെക്കുറിച്ചും പറയുമ്പോൾ ലോക ആരംഭത്തിൽ ഉത്ഭവിച്ച പാപം മുതൽ ലോകാവസാനത്തിൽ കർത്താവ് വന്ന് ഈ ശക്തികളെ നീക്കുന്നവരെയുള്ള സകല ദുഷ്ട ശക്തികളുടെയും പാപത്തിന്റെയും കേന്ദ്രമായി മർമ്മം മഗതിയാം ബാബിലോണിനെ ദൈവം അതിനെ വെളിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, യെരുശലേമിനെ കുറിച്ച് പറയുമ്പോൾ അത് മഹാരാജാവിന്റെ നഗരമാണെങ്കിൽ അതിന് നേരെ വിപരീതമായിട്ടുള്ളതാണ് മർമ്മം മഗതിയാം ബാബിലോൺ. ബാബിലോൺ എന്ന് പറയുന്നത് അശുദ്ധിയുടെ ഉറവിടമാണ്. യെരുശലേം ദൈവത്തിന്റെ നഗരമാണ്. അവിടെ നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ, അതിനുള്ള കാര്യങ്ങൾ എല്ലാ കാലഘട്ടങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എതിർക്രിസ്തുവിന്റെ പ്രധാനമായിരിക്കുന്ന അവന്റെ ആ അശുദ്ധിയുടെ സകലത്തിന്റെ ഉത്ഭവമായിരിക്കുന്നത് മർമ്മം മഗതിയാം ബാബിലോൺ ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് മർമ്മമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മർമ്മം. ഇപ്പൊ മഗതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതയുടെയും മാതാവ്, സർവ അധർമ്മത്തിന്റെയും അശുദ്ധിയുടെയും അടയാളമാണ് അവിടെ നെറ്റിയിലുള്ളത്. ഇന്ന് കാണുന്ന സകല അശുദ്ധിയും സർവ അധർമ്മവും എവിടുന്നാ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഈ മർമ്മത്തിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അനീതിയുടെ മർമ്മത്തിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അത് ലോക ആരംഭത്തിൽ അത് ആരംഭമിട്ട് ഭൂമിയിൽ മനുഷ്യരിൽ ആരംഭമിടുവാൻ ഇടയായിത്തീർന്നു. അന്നു മുതൽ തുടങ്ങിയ പ്രവണതകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വന്ന് ലോകാവസാനത്തിലേക്ക് എത്തുമ്പോൾ അത് പ്രകടമായി ഒരു 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 നഗരമായി തീരത്തക്കവണ്ണമുള്ള വലിയ വളർച്ചയാണ് എതിർക്രിസ്തുവിന്റെ ഭരണസമയത്ത് ലോകത്തിൽ ഈ പറയുന്ന ശക്തിക്കുണ്ടാകുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. ഉള്ള വസ്തുതയെക്കുറിച്ച് പറയുമ്പോൾ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറമുള്ളതുമായ 2 നിറമുള്ള വസ്ത്രമാണ് സ്ത്രീ ധരിച്ചിരിക്കുന്നത്. 2 നിറമുള്ള വസ്ത്രം എന്ന് പറയുമ്പോൾ 1 ധൂമ്രവർണ്ണം, 2 ചുവപ്പ് നിറം. ഇതിനൊക്കെ ആത്മീയമായിട്ടുള്ള അർത്ഥമുണ്ട്. വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രാജകീയ മഹത്വത്തെയും അധികാരത്തെയും ആണ്, വിജ്ഞാനത്തിന്റെ അടയാളമായിട്ടാണ് ധൂമ്രവസ്ത്രം ധരിക്കുന്നത്. പരാക്രമശാലികളാണ് ധൂമ്രവസ്ത്രം ധരിക്കുന്നത്. നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ധൂമ്രവസ്ത്രം ധൂമ്രവർണ്ണം എന്നുള്ളത് രാജകീയ മഹത്വത്തെയും അധികാരത്തെയും കുറിക്കുന്നു. അത് അധികാരത്തിന്റെയും വിജ്ഞാനത്തിന്റെ അടയാളമാകുന്നു. അതുപോലെ ധൂമ്രവസ്ത്രം ധരിക്കുന്നവർ പരാക്രമശാലികളായിരിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ വസ്ത്രം വെളിപ്പെടുത്തുന്നത് ഇവള് വിജ്ഞാനമുള്ളവളും അധികാരമുള്ളവളും അതുപോലെ പരാക്രമമുള്ളവളുമാണെന്ന് വെളിപ്പെടുന്നു. പക്ഷെ വാസ്തവത്തിൽ ഈ പറയുന്ന യഥാർത്ഥമായ അധികാരമോ വിജ്ഞാനമോ ഇവൾക്കില്ല. അത് അവൾ ധരിച്ചിരിക്കുന്നതിനെ കുറിച്ച് മാത്രമേ ഇവിടെ പറഞ്ഞു. അവൾ ധരിച്ചിരിക്കുകയാണ്, അങ്ങനെ ഉണ്ടെന്ന് ലോകത്തെ വെളിപ്പെടുത്തുകയാണ്. ചുവപ്പ് നിറം കാണിക്കുന്നത് ഭരിക്കുന്നതിനെയും നയിക്കുന്നതിനെയുമാണ് ചുവപ്പ് കാണിക്കുന്നത്. അപ്പോൾ മഗതിയാം ബാബിലോണിന് യഥാർത്ഥത്തിൽ രാജകീയ മഹത്വവും അധികാരവും വിജ്ഞാനവും ഇല്ല എങ്കിലും അത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഭാഗ്യമായി ഇവ ധരിച്ചിരിക്കുന്നത്. ഭാഗ്യമായി ധരിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ഇതാണ്: ഇവൾക്ക് വാസ്തവത്തിൽ ഈ പറയുന്ന സമൂഹത്തിന്, ഈ ദൈവത്തെ അറിയാത്ത സമൂഹത്തിന് ഒരിക്കലും യഥാർത്ഥമായിട്ടുള്ള രാജകീയ മഹത്വമില്ല, അധികാരമില്ല, വിജ്ഞാനമില്ല. അത് ഇല്ലാത്തത് കൊണ്ടാണ് വസ്ത്രം ധരിച്ച് അതുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അണിഞ്ഞിരിക്കുന്നത്, അപ്പോൾ ധരിച്ചിരിക്കുന്നത് ധൂമ്രവർണ്ണവും അതുപോലെ ചുവപ്പ് നിറവുമുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അവൾ അണിഞ്ഞിരിക്കുന്നത് പൊന്ന്, രത്നം, മുത്ത് എന്നിവയാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെറുതെ ധരിച്ചിരിക്കുന്നതല്ല. പൊന്നും രത്നവും മുത്തും ഒക്കെ ഇവൾ ധരിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ, രത്നത്തെ, പൊന്നിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സദൃശവാക്യം 8-ാം അധ്യായം 10-ാം വാക്യം പറഞ്ഞിരിക്കുന്നത് പൊന്ന് പരിജ്ഞാനത്തോടുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 16-ാം വാക്യത്തിലുള്ള ബന്ധത്തിൽ രക്തം കാണിക്കുന്നത് വിവേകത്തോടുള്ള ബന്ധത്തിലാണ്. മുത്തിനെ സദൃശപ്പെടുത്തിയിരിക്കുന്നത് ജ്ഞാനത്തോടുള്ള ബന്ധത്തിലാണ്. സദൃശവാക്യം 8-ാം അധ്യായം 10, ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 18-ാം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൊന്ന് പരിജ്ഞാനത്തെയും രക്തം വിവേകത്തെയും മുത്ത് ജ്ഞാനത്തെയുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 8-ാം അധ്യായം 10, 11 വാക്യങ്ങൾ സദൃശവാക്യത്തിൽ പറയുന്നത് വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേത്രമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവീൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല.
അപ്പോൾ വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേത്രമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവീൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകുന്നില്ല എന്ന് സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ പറയുമ്പോൾ ഇവിടെ വെള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം വെള്ളി എന്നുള്ളത്, പ്രബോധനം എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ഇല്ല. കാരണം എതിർക്രിസ്തുവിന്റെ സമയത്ത് പ്രബോധനമില്ല. പിന്നെ പരിജ്ഞാനവും രത്നവും മുത്തും അതിനോട് ബന്ധത്തിൽ ഇവിടെ എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ ആ കാലത്ത് ആരുടെയും പ്രബോധത്തിന് അവൻ വില കൽപ്പിക്കാത്തതുകൊണ്ടാണ് ഇത് വെള്ളിയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കാതെ. ജ്ഞാനം, വിവേകം, പരിജ്ഞാനം എന്നീ ഗുണഗണങ്ങൾ യാതൊന്നും സ്വന്തമായി ഇല്ലാത്തത് കൊണ്ടാണ് അവയുടെ പ്രതീകങ്ങളായി മുത്തും രക്തവും പൊന്നും എന്നിവ കൃത്രിമമായി അവൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ സത്യാരാധനയിലേക്ക് വരുന്നവർക്ക് ദൈവത്തിന്റെ പ്രബോധനം, വചനത്തിന്റെ ജ്ഞാനവും പരിജ്ഞാനവും പരിശുദ്ധാത്മാവിന്റെ വിവേകം ലഭിക്കുന്നതുകൊണ്ട് നമുക്കത് കൃത്രിമമായിട്ട് ധരിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചു പഠിച്ചാൽ മനസ്സിലാകുന്നത്, ഇവിടെ പ്രതീകങ്ങളായി പലരും പലതും ധരിക്കുന്നുണ്ട്. ഞാൻ പൊന്ന് ധരിക്കുന്നതിനെ കുറിച്ചോ രക്തം ധരിക്കുന്നതിനെ കുറിച്ചോ മുത്ത് ധരിക്കുന്നതിനെ കുറിച്ചോ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. എന്നാൽ ഇത് ഉള്ളവർ ധരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉണ്ടെങ്കിൽ പിന്നെ ധരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലാത്തത് കൊണ്ടാണ് ധരിക്കുന്നത്. അപ്പോൾ നമ്മൾ വസ്ത്രം ധരിക്കുന്നതാണെന്ന് ചോദിക്കും. അപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന് അരുളപ്പാടാണ്. എന്നാൽ ഈ പൈശാചിക ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇവൾ ധരിക്കുന്നതൊക്കെയും ഇവൾ അണിയുന്നതെല്ലാം ഇല്ലാത്തതാണ്. അത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കൃത്രിമമായിട്ട് ധരിക്കുന്നതിനെയാണ് കാണിച്ചിരിക്കുന്നത്. ജ്ഞാനം, വിവേകം, പരിജ്ഞാനം എന്നീ ഗുണഗണങ്ങൾ ഒട്ടുമില്ലാത്ത ഈ സ്ത്രീ അത് അണിഞ്ഞിരിക്കുന്നത് അവൾക്കത് ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി കാണുന്നത്. എന്നാൽ ദൈവമക്കളെ, നമുക്കങ്ങനെ ഒരു സ്ഥലമില്ല, ഒരു ആലയമില്ല. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മെ അലങ്കരിക്കുന്നത് സൽപ്രവൃത്തികളെ കൊണ്ട് അലങ്കരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ വസ്ത്രമായ ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമുക്ക് വസ്ത്രമുണ്ട്, നാം ഭൂമി ജീവിക്കുമ്പോൾ അതൊക്കെ ആവശ്യമാണ്. പക്ഷേ അലങ്കാരത്തിന് വേണ്ടി അല്ല നാം വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അലങ്കരിച്ച് കാണിക്കുന്നത് ഇതൊന്നും വാസ്തവത്തിൽ ഇല്ലെങ്കിലും ഇതെല്ലാം ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി പൊന്നും രത്നവും മുത്തുകളും അണിഞ്ഞിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ രേഖപ്പെടുത്തി. അപ്പോൾ കൃത്യമായി ധരിക്കേണ്ട ആവശ്യമില്ല. ആത്മീയത്തിൽ അവയെ കഴിയുന്നവർക്കാണ് കൃത്രിമമായുടെ ആവശ്യമില്ലാത്തത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് കൃത്രിമമായിട്ട് ആവശ്യമില്ലാത്തെന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ ധരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ട്. സ്നാനത്തിൽ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. സ്നാനത്തിൽ നാം ആരെ ധരിക്കുന്നു? ക്രിസ്തുവിനെ ധരിക്കുന്നു. യേശുവിനെ ധരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, പരിജ്ഞാനമുണ്ട്, ക്രിസ്തുവിൻ്റെ പ്രബോധനമുണ്ട്. ഇതെല്ലാം നമ്മളെ ധരിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ഇത് കൃത്രിമമായിട്ട് നാം ധരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു സാധനം നമ്മുടെ ശരീരത്തിന്മേൽ നാം ധരിക്കേണ്ട ആവശ്യമില്ല. അത് നാം വാസ്തവത്തിൽ നമുക്ക് സ്നാനത്തോടു കൂടി അത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവമായി മാറുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൃത്രിമമായിട്ടുള്ളത് വേണ്ട എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കിതൊന്നുമില്ല. അപ്പം അവൾക്ക് ജ്ഞാനമില്ല, വിവേകമില്ല, പരിജ്ഞാനമില്ല. എന്നാൽ ഇതെല്ലാം ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് മുഴുവനും ആഭരണങ്ങളായി, അല്ലെങ്കിൽ ഇത് മുഴുവനും വേഷഭൂഷാദികളുടെ ബന്ധത്തിൽ ധരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ അവനൊരു വേഷഭൂഷ കാണിച്ചല്ല മനുഷ്യനെ സ്നേഹിച്ചത്. അപ്പം അതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ പലരും ചോദിക്കും, ഇതൊക്കെ ഉപയോഗിക്കാത്ത എന്താ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാത്തത്. ഇതൊക്കെ ഉള്ളവർക്ക് ഇത് കൃത്യമായിട്ട് വരച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ധരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉള്ളതാണെങ്കിൽ അത് വെളിപ്പെട്ടു വരുവാൻ അതിൻ്റെ സമയത്ത് വെളിപ്പെടും. അപ്പോൾ നമുക്ക് ദൈവകൃപയാൽ ജ്ഞാനം, വിവേകം, പരിജ്ഞാനമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലാണ് വെളിപ്പെടേണ്ടത്. നാം ക്രിസ്തുവിനെ ധരിക്കുന്നതോടുകൂടി നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. അത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ അണിഞ്ഞല്ല വെളിപ്പെടുത്തേണ്ടത്. നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം
ഏതെങ്കിലും വസ്തുവകൾ ധരിക്കുകയല്ല. യേശുവിൻ്റെ സ്വഭാവം നമ്മളിൽ വരാൻ വേണ്ടി അവനെ ധരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈയിരിക്കുന്നത് മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രമാണ്. കാര്യം സ്വർണത്തിന്റെ പാനപാത്രമൊക്കെയാണ്, പക്ഷെ അതിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്നത് മ്ലേച്ഛതയും അശുദ്ധിയുമാണ്. എന്ന് വലിയ ഡെക്കറേറ്റീവായിട്ടുള്ള പലതും ഉണ്ട് പ്രിയപ്പെട്ടവരെ, പക്ഷെ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന മുഴുവനും അശുദ്ധിയാണ്. പുറമേ നോക്കുമ്പോൾ സ്വർണ്ണ പാനപാത്രമാണ്, പക്ഷെ അതിൽ നിറച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും മ്ലേച്ഛതയും അശുദ്ധിയുമാണ്. നമ്മുടെ കർത്താവ് ഞാൻ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ ഞാൻ പാനപാത്രം എടുത്തപ്പോൾ സ്വർണ്ണപ്പാനപാത്രം അല്ലെടുത്തല്ല യേശു അത് വീഞ്ഞ് എടുത്ത് വാഴ്ത്തിയത്. ഞാൻ പാനപാത്രം എടുത്തത് സ്വർണ്ണപ്പാനപാത്രം എന്ന് എഴുതി വെച്ചിട്ടില്ല, പാനപാത്രം എടുത്തതേ ഉള്ളൂ. അപ്പോൾ എന്നാൽ ഈ മർമ്മം മഗ്ദിയാം ബാബിലോണിനെ കാണിക്കുന്ന സ്ത്രീയുടെ കയ്യിലിരിക്കുന്നത് അത് സ്വർണ്ണപ്പാനപാത്രമാണ് ഇരിക്കുന്നത്, പക്ഷെ അകത്ത് പകർന്നിരിക്കുന്നത് മ്ലേച്ഛതയും അശുദ്ധിയുമാണ്. അപ്പോൾ പുറമേ ഉള്ള ആകർഷണത കൊണ്ട് പലരെയും വഞ്ചിക്കാൻ വേണ്ടി മ്ലേച്ഛതയും അശുദ്ധിയും ആണ് നിറച്ചു വെച്ചിരിക്കുന്നത്. കർത്താവ് അതിന് ഉപമയായിട്ട് പറഞ്ഞു, നിങ്ങൾ ശവക്കല്ലറയ്ക്ക് തുല്യമാണെന്നാണ് പറഞ്ഞത്. പുറമേ അതിനെ മോടി പിടിപ്പിച്ചു വെക്കും, പക്ഷെ അകത്ത് മരിച്ചുപോയവരുടെ അസ്ഥി കഷ്ണങ്ങളൊക്കെ അവിടെ കിടക്കുന്നത്. അപ്പോൾ അതുപോലെ പുറമെ ഇത് മുഴുവനും കാണുന്നത് പൊന്നുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ്, എന്നാൽ അകത്ത് നിറഞ്ഞിരിക്കുന്ന മുഴുവനും അശുദ്ധിയും മ്ലേച്ഛതയുമാണ്. അപ്പോൾ ഇത് അശുദ്ധിയുടെ കൂട്ടായ്മയെ കാണിക്കുകയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മ നമ്മുടെ വിശുദ്ധിയുടെ കൂട്ടായ്മയാണ് കാണിക്കുന്നത്. ഇന്ന് പൈശാചിക കൂട്ടായ്മകൾ, ആരാധനകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കാണിക്കുന്നത് ഇപ്രകാരമുള്ള വശീകരണത്തിലൂടെയാണ് അശുദ്ധിയുടെ കൂട്ടായ്മകൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആരെയെങ്കിലും വ്യാമോഹിപ്പിച്ച് അല്ലെങ്കിൽ പലതും കാണിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മയിലേക്ക് ആളെ കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന്റെ സഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ കൂട്ടായ്മ വിശുദ്ധിയുടെ കൂട്ടായ്മയാണ്. എന്നാൽ അശുദ്ധിയുടെ കൂട്ടായ്മയാണ് മർമ്മം മഗ്ദിയാം ബാബിലോൺ എന്ന് പറയുന്നത്. അതിനെ ദുർനടപ്പിന്റെ ക്രോധമദ്യം എന്നും വേശ്യവൃത്തിയുടെ ക്രോധമദ്യം എന്നുമാണ് വെളിപ്പാട് പുസ്തകത്തിൽ പ്രസ്താവിച്ചത്. അപ്പോൾ സാത്താനിക ആരാധന കൂട്ടായ്മയെ വെളിപ്പെടുത്തുമ്പോൾ അത് ദുർനടപ്പിന്റെ ക്രോധമദ്യവും വേശ്യാവൃത്തിയുടെ ക്രോധമദ്യവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. വിശുദ്ധന്മാരുടെ ആരാധനയിൽ കൂട്ടായ്മയിൽ അശുദ്ധി അല്ലെങ്കിൽ പാപം എന്നുള്ളത് പേർ പറയുക പോലും അരുത് എന്നാണ് ദൈവവചനത്തെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കൂടിവരവുകളും നമ്മുടെ കൂട്ടായ്മകളും വിശുദ്ധിയുടേതാണ്. അത് കാത്തു സൂക്ഷിക്കപ്പെടുന്നതാണ്. വിശുദ്ധിയുടെ കൂട്ടായ്മകളാണ് ദൈവമക്കളുടെ കൂട്ടായ്മകൾ, വേർപെട്ട ആരാധനകൾ. എന്നാൽ പൈശാചിക ആധിപത്യങ്ങൾ, പൈശാചിക ആരാധനകൾ എവിടെയുണ്ടോ അതിന്റെ പിമ്പിൽ മറഞ്ഞിരിക്കുന്നത് മുഴുവനും ഈ പറയുന്ന അശുദ്ധിയും മ്ലേച്ഛതയുമാണ്. ദൈവത്തിന്റെ സത്യ ആരാധനയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ അത് വെളിപ്പെടുത്തുവാൻ ഇടയാത്തീർന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ പെരുകുന്ന, അത് മദ്യമയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവരുടെ കൂട്ടായ്മകൾ, സാത്താനിക കൂട്ടായ്മകൾ കൂടുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് മുഴുവനും പൈശാചിക കൂട്ടായ്മകളാണ്. അതിനെ പുറമേ നോക്കുമ്പോൾ അത് സ്വർണ്ണ പാനപാത്രത്തില കാണുന്നെങ്കിലും ഈ കൂട്ടായ്മയുടെ അകത്ത് മുഴുവനും നടക്കുന്നത് പൈശാചികമായ മൃഗീയമായ മ്ലേച്ഛതയും അശുദ്ധിയുമാണ്. എന്നാൽ ദൈവമക്കളുടെ കൂട്ടായ്മ പുറമെ ആകർഷണതയൊന്നുമില്ല. 2 or 3 പേർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എവിടെ കൂടി വരുമ്പോഴും അവിടെ കാണുവാനൊന്നുമില്ല. എന്നാൽ ദൈവമക്കളുടെ വിശുദ്ധീകരിച്ചിരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ ശക്തി കൊണ്ട് അവരുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ദിവ്യ തേജസ്സുണ്ട്. ആ കൂട്ടായ്മയുടെ ഇടയിൽ ദൈവത്തിന്റെ തേജസ്സാണ് വ്യാപരിക്കുന്നത്. എന്നാൽ അശുദ്ധിയുടെ ആരാധനയിലേക്ക് വരുമ്പോൾ പുറമേ സ്വർണ്ണ പാനപാത്രമാ കാണുന്നത്. അതിൽ നിറഞ്ഞിരിക്കുന്ന അശുദ്ധിയാണ്, അതിൽ നിറഞ്ഞിരിക്കുന്നത് മ്ലേച്ഛതയാണ്. വരാനുള്ള ലോകം ഇത് മനസ്സിലാക്കി ദിവസങ്ങളിൽ തലമുറകൾ അതിൽ വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് വചനമിവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കുടിവരവുകൾ വന്നു കഴിഞ്ഞാൽ ഒന്നും തന്നെ ആകർഷണീയമായിട്ടൊന്നുമില്ല, ആരെയും ആകർഷിക്കുന്നതായിട്ടൊന്നുമില്ല, സ്വർണ്ണപാനപാത്രമില്ല, ഒന്നുമില്ല. എന്നാൽ ഇവിടെ ഈ അശുദ്ധി നിറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മൾ നോക്കുമ്പോൾ എന്തൊരു ആകർഷണീയമാണ്. സ്ത്രീയെ നോക്കുമ്പോൾ അവളെ ചുമക്കുന്ന മൃഗം
അത് അവൾ ഇരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ 7 തലയും 10 കൊമ്പുമുള്ള മൃഗത്തിന്റെ മുകളിൽ ഇവൾ ഇരിക്കുന്നത് ധൂമ്ര വസ്ത്രമൊക്കെ ധരിച്ച്, ചുവപ്പ് വസ്ത്രമൊക്കെ ധരിച്ച് ഇവിടെ ഇരിക്കുന്ന ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 17-ാം അധ്യായം 6 മുതൽ 11 വാക്യം പറയുന്നത്, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് സ്ഥാപിച്ചിരിക്കുന്ന ദൈവസഭ അത് ആരെയും കൊല്ലാനുള്ളതല്ല. ദൈവസഭ ഒരിക്കലും ആരുടെയും രക്തം ചിന്താൻ വേണ്ടി പ്രവർത്തിക്കുന്നതല്ല. ഒരു മനുഷ്യനെ പോലും ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതല്ല. ദൈവസഭയുടെ ഉദ്ദേശം തന്നെ രക്ഷയാണ്. നമ്മുടെ കൂട്ടായ്മയുടെ ഉദ്ദേശം അത് പൈശാചികന്റെ അവനെ ഇല്ലാതാക്കുകയും എന്നാൽ മനുഷ്യനെ രക്ഷിക്കുക എന്ന ദൗത്യമാണ് പരിശുദ്ധാത്മാവ് സഭയിലൂടെ ചെയ്തെടുക്കുന്നത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ച് ഈ കൂട്ടായ്മയുടെ പ്രധാന ഉദ്ദേശം വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവരെ രക്തസാക്ഷികളായി അവരെ തല ശിരസ് അവരുടെ ശിരസ് ഉടലിൽ നിന്ന് അറുത്തു മാറ്റുമ്പോൾ ഒഴുകുന്ന രക്തം മുഴുവനും അത് കുടിക്കുന്നതിനോട് തുല്യമായി ഇത് മുഴുവനും കുടിച്ച് മത്തയായിരിക്കുന്നത് ഈ കൂട്ടായ്മയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പൈശാചികന്റെ എതിർ ക്രിസ്തുവിന്റെ അന്നത്തെ ദുർഭരണത്തിന്റെ മ്ലേച്ഛതയുടെ ശക്തികളെല്ലാം കൂടി ആഘോഷമാക്കുന്നത് വിശുദ്ധന്മാരുടെ തലയെ ഛേദിച്ചുകൊണ്ട് അവനെ ആഘോഷമാക്കി മത്തുള്ളവരായി തീരുകയാണ്. ലഹരി കൊണ്ട് പലരും മത്തുപിടിക്കുന്നത് പോലെ വിശുദ്ധന്മാരുടെ രക്തം ചൊരിയുമ്പോൾ അവർ കിടന്ന് പിടയ്ക്കുന്നത് കാണുമ്പോൾ അവരുടെ ശിരസും അവരുടെ തലയും അവരുടെ ശിരസും ഉടലും തമ്മിൽ വേർപിരിഞ്ഞ് രക്തം ഒഴുകുന്നത് കാണുമ്പോൾ മത്തുപിടിക്കുന്ന ഒരു ലോകത്തിൽ വരാൻ പോകുന്നു. അതിൻ്റെ ആധിപത്യമിടുന്നത് ഈ പറഞ്ഞ മർമ്മം മഗ്ദിയം ബാബിലോൺ ആകുന്നു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവസഭയെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും ഒരു ദോഷം വരരുത്, എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും മാനസാന്തരപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മകൾ ലോകത്തിൽ നടക്കുമ്പോൾ അശുദ്ധന്മാരുടെ കൂട്ടായ്മകൾ ഏത് വിധേനയും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ളവരെയും അതുപോലെ വിശുദ്ധന്മാരായിട്ട് നിൽക്കുന്നവരെയും അവരുടെ രക്തം ചീന്തി അവരെ നിർമൂലനം ചെയ്യണം, ഇല്ലാതാക്കണം. അവരുടെ രക്തം ചീന്തപ്പെടുമ്പോൾ ഇത് കണ്ടുകൊണ്ട് മത്തുപിടിക്കുന്ന അത് ലഹരി കൊണ്ട് പിടിക്കുന്നത് പോലെ തന്നെ മത്തായിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ, ഒരു സമൂഹത്തെയാണ് ഇവിടെ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കണ്ടിട്ട് യോഹന്നാൻ അത്യന്തം ആശ്ചര്യപ്പെടുകയാണ്. ഇങ്ങനെ വിശുദ്ധന്മാരുടെ രക്തം ചൊരിയുന്നത് കാണു കഴിയുമ്പോൾ അത് കണ്ടിട്ട് മത്തായിത്തീരുന്ന ഒരു വലിയ ഭീകരതയെ കാണുമ്പോൾ ഇത് കണ്ട് സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ മനുഷ്യജാതിയെ കുറിച്ചോർത്ത് ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. രാത്രിയിൽ ഇതൊന്നും വെറുതെ എഴുതിയിട്ടുള്ള കാര്യങ്ങളല്ല, സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ സംഭവിക്കുമോ എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സംഭവിക്കും. വിശുദ്ധന്മാരായിരിക്കുന്നവരുടെയും യേശുവിന്റെ സാക്ഷികളായവരുടെയും രക്തം ചിന്തിക്കഴിയുമ്പോൾ അത് കുടിച്ചിട്ടെന്ന പോലെ അത് മതോമക്തരായിത്തീരുന്ന ഒരു സമൂഹം വരുവാൻ പോകുന്നു എന്നുള്ളത് ഈ വചനത്തോട് വിരൽ ചൂണ്ടുകയാണ്. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? നീ എന്തിനാ അതിശയിച്ചു പോകുന്നത്? ഇതൊക്കെ സംഭവിക്കാനുള്ളതാണ്. പക്ഷെ അവൻ പഠിച്ചതും അവനെ പഠിപ്പിച്ചതും അവന് ഗ്രഹിച്ചതും മുഴുവനും സ്നേഹമാണ്. ക്രിസ്തു മുഖാന്തരമുള്ള സ്നേഹമാണ്. യേശു രക്തം ചിന്തിയത് മനുഷ്യനോടുള്ള സ്നേഹത്തിൽ അവന്റെ പാപത്തെ കഴുകി ശുദ്ധമാക്കാൻ വേണ്ടിയാണെങ്കിൽ, മറുഭാഗത്ത് യോഹന്നാൻ കാണുന്നത് വിശുദ്ധന്മാരുടെ രക്തം ചിന്തുന്ന കാണുമ്പോൾ അതിൽ മതോമക്തരായിത്തീരുന്ന ജനതയെ കണ്ടുകൊണ്ട് ആശ്ചര്യപ്പെടുകയാണ്. നീ ആശ്ചര്യപ്പെടുന്ന ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പുമുള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. നീ കണ്ട് ആശ്ചര്യപ്പെടേണ്ട. ഇതെന്താകുന്നു വരാൻ പോകുന്നത്, ഭാവി കാലത്ത് സംഭവിക്കാനുള്ളതിന്റെ മർമ്മം ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാമെന്ന്. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും നീ അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോക സ്ഥാപനം മുതൽ ജീവവസ്തുത്തിൽ പേഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും.
ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരാകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞുവന്ന് ഇരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-മത്തവനും 7 ഉൾപ്പെട്ടവനും തന്നെ അവൻ നാശത്തിലേക്ക് പോകുന്നു. ഇതേ സംബന്ധമായിട്ടുള്ള വിശദീകരണം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ എതിർക്രിസ്തുവിനുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. ഞാൻ ഈ ഭാഗമെടുത്ത് അന്ന് പഠിപ്പിച്ചിരുന്നു, അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഈ പറയുന്ന ആ സ്ത്രീ മൃഗം ഏതാണെന്നുള്ളതും നീ കണ്ട മൃഗമോ ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകാനിരിക്കുന്നതുമാകുന്നു. അപ്പോൾ ആഴത്തിൽ നിന്ന് അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകാനുള്ള മൃഗം എതിർക്രിസ്തു ആകുന്ന വെളിപ്പെടുത്തിയതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞു വന്ന് ഇരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നു ഇല്ലാത്തതുമായ മൃഗം 8-മത്തവനും 7 ഉൾപ്പെട്ടവനും തന്നെ അവൻ നാശത്തിലേക്ക് പോകുന്നു. എതിർക്രിസ്തുവിൻ്റെ കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ മൃഗത്തോടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അശുദ്ധ സ്ത്രീയെയും അവളെ ചുമക്കുന്ന മൃഗത്തിന്റെ മർമ്മം യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കാമെന്ന് ദൂതൻ പറയുന്നത് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ലോകാരംഭം മുതൽ ലോകാവസാനം വരെ സത്യാരാധനയ്ക്കായി രക്തസാക്ഷിത്വം വരിച്ച സകല വിശുദ്ധന്മാരെയും സംഗ്രഹിക്കുന്നതിന് പിമ്പിൽ പ്രവർത്തിച്ച മുഖ്യപ്രതി ഈ സ്ത്രീയുടെ പിമ്പിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ്. അപ്പോൾ സ്ത്രീ അതിനെ പ്രതിദാനം ചെയ്യുകയാണ്. മഹാനഗരമാകുന്നെന്ന് ഇത് കൂടാതെ രക്തസാക്ഷിയാകുന്നതിൽ വ്യത്യസ്തരായ 2 കൂട്ടരുണ്ടെന്നുള്ളതും ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. അപ്പോൾ രക്തസാക്ഷികളാകുന്നവരിൽ 2 കൂട്ടരാണ് ഉള്ളത്. അത് വിശുദ്ധന്മാരും അതുപോലെ തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമാണ്. അത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. സ്ത്രീ മീതിയുള്ള യരിശലേമാകുന്ന സ്ത്രീയുടെ സന്തതി ശേഷിപ്പുള്ള വിശുദ്ധന്മാരോടും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരോടും യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് സാത്താൻ മണലിന്മേൽ നിൽക്കുന്നത്. അപ്പോൾ അവൻ അന്ന് അവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവരുടെ പ്രത്യേക അധികാരവും കൃപാവരവും അവരുടെ മേൽ പകരുന്നത് കൊണ്ട്, അവിടെ വായിൽ നിന്ന് തീ, പുക, ഗന്ധകം എന്നിവ പുറപ്പെടുന്നതുകൊണ്ട് അവർക്ക് ദോഷം ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് അന്ന് വിശുദ്ധന്മാർക്കൊരു ദോഷവും യേശു സാക്ഷികൾക്ക് ഒരു ദോഷവും വരത്തില്ല. എന്നാൽ 3 വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം ഈ പ്രത്യേക അധികാരം അന്ന് നിൽക്കുന്ന സാക്ഷ്യം തേച്ച് നിൽക്കുന്നവർ എടുക്കപ്പെടും. അവരെ കൊല്ലുവാൻ വേണ്ടി അവർക്ക് ദൈവം സഹിഷ്ണുത കൊടുത്തുകൊണ്ട് അവർ അന്ന് മുതൽ രക്തസാക്ഷികളാകുന്നതിനെ കുറിച്ച് നാം അതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചിരുന്നല്ലോ. അപ്പോൾ വിശുദ്ധന്മാർ എന്നുള്ളത് ഇസ്രായേലിൽ നിന്ന് ഉൾപ്പെടെ പഴയ നിയമത്തിലെ സകല വിശുദ്ധന്മാരെയുമാണ് ഇവിടെ വിശുദ്ധന്മാർ എന്ന് ഒന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരാൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ സന്തതിയിലെ ശേഷിപ്പുള്ളവരാണ്. 12-ാം അധ്യായം 17-ാം വാക്യം. വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷയിൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് സഹഭൃത്യന്മാർ എന്നാകുന്നു. അപ്പോൾ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ സഹഭൃത്യന്മാരുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, യാഗപീഠത്തിന് കീഴ് ആത്മാക്കളെ കണ്ടു, നിങ്ങളെപ്പോലെ എത്തിച്ചാലുള്ള സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയോളം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ സാക്ഷികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ഇവിടെ അറ്റത്തോളം യേശുവിൻ്റെ സാക്ഷികളാകുന്നത് പഴയ നിയമ ഇസ്രായേൽപ്പെടുന്നവരല്ല. അത് പുതിയ നിയമ ഇസ്രായേലാകുന്ന ദൈവസഭയിലുള്ളവരാകുന്നു. അപ്പം ചിലർക്ക് ഇപ്പോഴും ആരുടെ സാക്ഷിയാന്ന് തന്നെ അറിയത്തില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാക്ഷികളാകണമെന്ന് പറഞ്ഞു. പക്ഷെ ചിലരിപ്പോഴും പഴയ നിയമത്തിൻ്റെ സാക്ഷികളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം കർത്താവ് പറഞ്ഞത് ഇവിടെ വെളിപ്പാട് രേഖപ്പെടുത്തിയും യേശുവിൻ്റെ സാക്ഷികളെന്നാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ വിറ്റ്നസ് ചെയ്യുന്നതുകൊണ്ട്, യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളാന്ന് പറയുന്നത് കൊണ്ട് വചന അടിസ്ഥാനത്തിൽ ഏറ്റവും കൃത്യമായിട്ട് വചനത്തെ അനുസരിക്കുന്നവർ നമ്മളാണ്. പഴയ നിയമത്തിൽ യഹോവ എന്ന പേരിൽ അറിയപ്പെട്ടെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം അഥവാ ക്രിസ്തു, യേശു എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവമാണ്. ഞാനും ഇവിടെ പറയുന്നത് യഹോവയും അവനോടുകൂടി അവൻ്റെ സകല വിശുദ്ധന്മാർ വരുമെന്ന് സകലപ്രവണത്തിൽ പറയുമ്പോൾ യഹോവയായി വരുന്നവൻ ആരാകുന്നു എന്നുള്ളത് വെളിപ്പാട് 19-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഹോവയും അവനോടുകൂടെ സകല വിശുദ്ധന്മാരും വരുമെന്ന് പഴയ നിയമ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഹോവയും അവനോടുകൂടെ സകല വിശുദ്ധന്മാർ വരുമ്പോൾ യഹോവ എന്ന് പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യേശുവിൻ്റെ സാക്ഷികൾ എന്ന് പറയുന്നത്. നമ്മൾ വിറ്റ്നസ് ചെയ്യുന്ന കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പഴയ നിയമത്തിൽ നേളായിരുന്നു യഹോവയുടെ സാക്ഷികളായി നിന്നവർ, അഥവാ ദൈവത്തിൻ്റെ സാക്ഷികളായി നിന്നവർ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ വളരെ വ്യക്തമായി സാക്ഷാൽ ദൈവമായ
യേശുവിൻ്റെ സാക്ഷികളാണ് ദൈവസഭയുടെ അംഗങ്ങൾ. നമ്മൾ ക്രിസ്തു യേശുവിൻ്റെ സാക്ഷികളാണ്, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളാണ്. പഴയ നിയമത്തെ അത് നിഴലായി പറഞ്ഞിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കണം, ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. പുതിയ നിയമത്തിൻ്റെ സാക്ഷികൾ ദൈവത്തിൻ്റെ സാക്ഷികളാണ്. അത് യഹോവയുടെ സാക്ഷികളെന്നും പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാക്ഷികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ഷാൽ ആ ദൈവം ആരാകുന്നുവെന്ന് പുതിയ നിയമത്തിൽ വെളിപ്പാട് ലഭിച്ചിരിക്കുന്നതുകൊണ്ടാണ് വചനമാം ദൈവത്തെ ദൈവമെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നിർണയിച്ചുകൊണ്ട് നാം യേശുവിൻ്റെ സാക്ഷികളാകുന്നു എന്ന് പറയുന്നു. യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്നതുകൊണ്ടോ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സാക്ഷികൾ എന്ന് പറയുന്നതുകൊണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷികൾ എന്ന് പറയുന്നത് നമുക്ക് യാതൊരു കുഴപ്പവുമില്ല. നമുക്ക് മൂന്നും പറയാം. ഞാൻ യഹോവയുടെ സാക്ഷിയാണ്, ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷിയാണ്. എന്നാൽ ഇന്നത് മാത്രമേ ആകാവുള്ളൂ എന്ന് പഠിപ്പിക്കൽ വരുമ്പോഴാണ് ദുരുപദേശമായി മാറുന്നത്. എന്ന് ഞാൻ പറയാം, നമുക്ക് യഹോവയുടെ സാക്ഷികൾ എന്ന് പറയാം, യേശുവിൻ്റെ സാക്ഷികൾ എന്ന് പറയാം, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷികൾ എന്ന് പറയാം. നമുക്കത് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നാം പരിശുദ്ധാത്മാവിനെ വിറ്റ്നസ് ചെയ്യുന്നവരാണ്. സത്യദൈവമാകുന്ന പിതാവാൻ ദൈവത്തിന്റെ സാക്ഷ്യം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നവരാണ്. അതുപോലെ പുത്രനാകുന്ന യേശുവിന്റെ സാക്ഷ്യം ഡിക്ലെയർ ചെയ്യുന്നാൽ യേശു ക്രിസ്തുവിൽ ഈ പിതാവും പരിശുദ്ധാത്മാവും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്. ഇനി ആരെങ്കിലും പറയുകയാണ് യഹോവയുടെ സാക്ഷികളെന്ന് മാത്രമേ പറയാവുള്ളൂ എന്ന് പറയുമ്പോൾ ദുരുപദേശമായി മാറി. ഇനി ആരെങ്കിലും പറയുക യേശുവിന്റെ സാക്ഷികളെന്ന് മാത്രമേ പറയാവുന്നുണ്ടെങ്കിൽ ദുരുപദേശമായി മാറി. ഇനി ആരെങ്കിലും പറയുക പരിശുദ്ധാത്മാവിന്റെ സാക്ഷികളെന്ന് മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ദുരുപദേശമായി മാറി. നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാക്ഷ്യമുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് യഹോവയുടെ സാക്ഷികളെന്നും യേശുവിൻ്റെ സാക്ഷികളെന്നും പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷികളെന്നും പറയാം. ഇവിടെ യേശുവിൻ്റെ സാക്ഷികളെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണം അത് ദൈവസഭയുടെ ശേഷിപ്പിലുള്ളവരാണ്. യേശു ക്രിസ്തു മുഖാന്തരം സ്ഥാപിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിതമായിരിക്കുന്ന ദൈവസഭയുടെ ശേഷിപ്പുകളാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശുവിൻ്റെ സാക്ഷികളെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തിരുവചനത്തിൽ അംഗീകരിക്കപ്പെടുന്ന അപ്പോസ്തല പ്രവൃത്തി 1-8 വാക്യത്തിലും അവർ സഹോദര പദവിയിലുള്ളവരും ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ സന്തതിയിലെ ശേഷിപ്പെടുന്നവരുമാകുന്നു. ഈ എതിർക്രിസ്ത്യൻ പഠന സമയത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ സാക്ഷികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് സഹോദര പദവിയിലുള്ളവരാണ്. അവരെ ദൈവസഭയുടെ ശേഷിപ്പുള്ള സഹോദരന്മാരെ പ്രവാചകന്മാർ എന്ന ഭാഷയിലാണ് വെളിപ്പാട് പുസ്തകത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. ഇനി ഞാനീ പറയുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പോസ്തലന്മാരെന്നും പ്രവാചകന്മാരെന്നും വിശുദ്ധന്മാരെന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള ചില മാറ്റങ്ങളും പഠനങ്ങളും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ പ്രവാചകന്മാർ എന്ന രീതിയിലും യേശുവിൻ്റെ സാക്ഷികൾ എന്ന ബന്ധത്തിലും അതുപോലെ ഇവരെ സഹോദരന്മാരെന്ന ബന്ധത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ. അപ്പോൾ രക്തസാക്ഷിയുടെ എണ്ണം വളരെ വലുതാണ്. അവിടെ മുഴുവൻ രക്തവും അവളിലാണ് കാണുന്നത്. അത് കണ്ടിട്ടാണ് യോഹന്നാൻ ആശ്ചര്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ യേശുവിൻ്റെ സാക്ഷികൾ എന്നുള്ളത് അവർ സഹോദര പദവിയിലുള്ളവരാണ്. അവരെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 18-20 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവർ പ്രവാചക തുല്യന്മാരാകുന്നു എന്നുള്ളത് ഞാൻ അപ്പോഴത് വെളിപ്പെടുത്തും. ഇപ്പൊ ദൈവസഭയെക്കുറിച്ച് പറയുമ്പോൾ അത് പറയുന്ന അപ്പോസ്തലന്മാരാലും പ്രവാചകന്മാരാലും ആണ് പണിയപ്പെടുമ്പോൾ അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്നുള്ള ബന്ധം പറഞ്ഞിരിക്കുന്നത് ദൈവസഭയുടെ 100 മേനിയും 60 മേനിയും പെടുന്നവരെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നുവെന്ന് എഫേസ്യർക്ക് ലേഖനത്തിൽ അതേക്കുറിച്ചുള്ള ആഴമേറിയ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ പഠിച്ചു വെക്കുമ്പോൾ മനസ്സിലാക്കുക, ഇവിടെ പ്രവാചകന്മാരുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു, അപ്പോസ്തലന്മാരുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നില്ല. എന്നാൽ സ്വർഗമേ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന 3 കൂട്ടരെ കുറിച്ചുണ്ട്. അതിന്റെ പഠനത്തിലേക്ക് നമ്മൾ വരും. എന്നാൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി വെളിപ്പാട് 18 അധ്യായം അതിന്റെ 20 വാക്യം വായിക്കുന്നു. സ്വർഗമേ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം സ്വർഗമെന്ന് വിളിക്കുമ്പോൾ സ്വർഗത്തിലെത്തിച്ചേരുവാൻ തേജസ് പ്രാപിക്കുന്നവരെയാണ് സ്വർഗമേ എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്വർഗമേ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത് ആരെയാണ്? വിശുദ്ധന്മാരും
അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രക്തസാക്ഷികളാകുന്നവരുടെ ബന്ധത്തിൽ പറയുമ്പോൾ ഇവിടെ ഈ പറയുന്ന അപ്പോസ്തലന്മാരുടെ ബന്ധത്തിൽ പറഞ്ഞിട്ടില്ല. വിശുദ്ധന്മാരും യേശുവിൻ്റെ സാക്ഷികളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും മുമ്പിൽ വെച്ച് അതിൻ്റെ 18-ാമത്തെ 24-ാം വാക്യം. അപ്പോൾ സ്വർഗമെന്ന് പറയുമ്പോൾ 3 കൂട്ടരെ ഉൾപ്പെടുത്തുന്നു. സ്വർഗം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണമേ, 100 മേനിയും 60 മേനിയും ഉള്ള കൂട്ടരെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവരെയാണ് സ്വർഗമേ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, വിശുദ്ധന്മാർ എന്നുള്ള പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരാണ് വിശുദ്ധന്മാർ. അതിൻ്റെ അകത്ത് 144,000 വരും പഴയ നിയമത്തിൽ അബ്രഹാം ഉൾപ്പെടെയുള്ള സകല വിശുദ്ധന്മാർ ഉൾപ്പെടുന്നു. എന്നാൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആയുള്ള അവരുടെ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടിരുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം, ഞാനൊരു മറുമോട് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നെങ്കിൽ ദൈവസഭ അപ്പോസ്തലിക പദവികളുള്ളവരെല്ലാം എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവസഭയ്ക്ക് അടിസ്ഥാനം കാണത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് അടിസ്ഥാനം ഇട്ടപ്പോൾ തന്നെ അവൻ അടിസ്ഥാനമിട്ടപ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനം എന്ന പേർ പണിതിരിക്കുന്നുള്ളത്. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മർമ്മമാണ്. അത്രമാത്രം ആഴത്തിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകുള്ളൂ. ഞങ്ങൾക്കത് പക്ഷേ പെട്ടെന്ന് മനസ്സിലായി കാണത്തില്ല. എന്നാൽ ഇന്ന് എനിക്കിത് പഠിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായിട്ടില്ല, വീണ്ടും ഞാൻ എടുക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഇതിൻ്റെ പദവികളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈ എഫെസ്യ ലേഖനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 20-ാമത്തെ വാക്യം വയ്ക്കുന്നത് ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു, അവനിൽ കെട്ടിടം മുഴുവനും. അപ്പോൾ അപ്പോസ്തലന്മാരിലും പ്രവാചകന്മാരിലും പണിയപ്പെട്ടിരിക്കുന്നു. സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനമിട്ടിരിക്കുന്നത് ഈ പറയുന്ന അപ്പോസ്തലന്മാരും ക്രിസ്തുയേശുവിന്റെ മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും അതുപോലെ തന്നെ പ്രവാചകന്മാരുമാണ്. ഇപ്പോൾ അപ്പോസ്തല പദവി ഉള്ളവര് മണവാട്ടി സഭയാണ്, കാന്തയാണ് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് സഭയുടെ ശേഷിപ്പുള്ളവർക്ക് അടിസ്ഥാനമില്ലേ എന്ന് ചോദ്യം വരും. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗമെന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇത്രയും ചിന്തിക്കുക. അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് 18-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ് സ്വർഗം എന്ന് അഭിസംബോധന ചെയ്യുന്ന സ്വർഗീയ തേജസ് പ്രാപിക്കുന്നതിൽ ഉൾപ്പെടുന്നത്. അപ്പം അതിൽ സ്വർഗം വിശുദ്ധന്മാർ എന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന സകല വിശുദ്ധന്മാരും 144,000 ഉൾപ്പെടുന്ന ഇസ്രായേലിന്റെ രക്ഷിതഗണം കൂടി ഉൾപ്പെടുന്നതാണ് വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്നത്. അപ്പോസ്തലന്മാരെന്നും പ്രവാചകന്മാരെന്നും പറഞ്ഞിരിക്കുന്നത് ദൈവസഭയുടെ അടിസ്ഥാനങ്ങളായി കാണപ്പെടുന്ന അപ്പോസ്തോലിക പദവി പ്രാപിക്കുന്ന ആദിജാതന്മാരുടെ സഭയും, അതിൻ്റെ അകത്ത് ആൺ പെൺ വ്യത്യാസമില്ല, അതിൻ്റെ അകത്ത് ഭൂമിയിലെ ശുശ്രൂഷയുള്ള ബന്ധത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു പദവിയാണ്, അപ്പോസ്തോലിക പദവി. അത് തികവ് പ്രാപിക്കുന്ന 100 മേനിയുള്ളവരെ വെളിപ്പെടുത്തുന്നത്. 60 മേനി ഉള്ളവരെയാണ് പ്രവാചകന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് 18-ാം അധ്യായം 24-ാം വാക്യത്തിൽ വരുന്ന പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും. അപ്പോൾ എതിർക്രിസ്തുവിന്റെ ഭരണസമയത്ത് പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും പേരെടുത്ത് പറഞ്ഞു, അപ്പോസ്തലന്മാരുടെ പേര് പറഞ്ഞില്ല. കാരണം അന്ന് അപ്പോസ്തോലിക പദവിയിലുള്ള ഒരാൾ പോലും എതിർക്രിസ്തുവിന്റെ ഭരണസമയത്തോ സാത്താനിക മഹോത്സവത്തിലോ ഇല്ല എന്നതുകൊണ്ടാണ് പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അല്ലോ കണ്ടത്. അപ്പോൾ അപ്പോസ്തലന്മാരെന്ന് പറയാതിരിക്കുന്നതിന്റെ മർമ്മം ഇതാണ്. അപ്പൊ ദൈവസഭ മഹോത്സവത്തിന് മുമ്പ് എതിർക്രിസ്തുവിന്റെ ഭരണത്തിന് മുമ്പ് എടുക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ വചനത്തിന്റെ തെളിവിലൂടെ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കും. സ്വർഗമെന്ന് അഭിസംബോധന ചെയ്യുന്ന വിശുദ്ധന്മാരെയും അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയുമാണ് വെളിപ്പെടുത്തുന്നത്. അതിൽ നക്ഷത്ര വ്യത്യാസമുള്ള തേജസ് പ്രാപിക്കുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിലും അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന സൂര്യ തേജസ് പ്രാപിക്കുന്ന മണവാട്ടിയെ കാന്തയുള്ള ബന്ധത്തിലും പ്രവാചകന്മാരുടെ ബന്ധത്തിൽ പ്രവഹിക്കുന്നത് ചന്ദ്ര തേജസ് പ്രാപിക്കുന്ന ബന്ധത്തിലുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് എതിർക്കുന്ന സമയത്ത് രക്തസാക്ഷികളാകുന്നവരിൽ വിശുദ്ധന്മാരും പ്രവാചകന്മാരുമേ ഉള്ളൂ, അപ്പോസ്തലന്മാർ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് പഠിക്കുമ്പോൾ നാം ഇതിനു മുമ്പ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്, കൃത്യമാണെന്ന് മനസ്സിലാക്കി
നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ വരും. എന്നാൽ അതിനെ അടിസ്ഥാനപരമായി മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ അത് വചനപരമായിട്ട് സത്യമാണ് വെളിപ്പെടുത്തി കിട്ടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് ഒരിക്കലും മറഞ്ഞു പോകത്തില്ല. പഠിപ്പിക്കുന്നതെല്ലാം അത് വചനപരമായിട്ട് അതിനുള്ള വളരെയധികം തെളിവുള്ളതാണ് എന്നുള്ളത് എഫെസ്യ ലേഖനം വായിച്ചപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് അടിസ്ഥാനമിട്ടാണ് പണിതിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തല പദവിയുള്ളവർ മധ്യാകാശ വരുമെങ്കിൽ എടുക്കപ്പെട്ടു കഴിഞ്ഞാലും സഭയുടെ അടിസ്ഥാനത്തിന് മാറ്റം വരുന്നില്ല. അത് ഒന്നാമത്തെ പുനരുത്ഥാനം വരെ ഉണ്ടായിരിക്കും. അതിന് ശേഷമുള്ള എന്ന് പറഞ്ഞാൽ അത് ദൈവസഭയുടെ ബന്ധത്തിൽ ഉള്ള എല്ലാ വിശുദ്ധന്മാരും സ്വർഗീയ തേജസ് പ്രാപിക്കാനുള്ളവർ എടുക്കപ്പെട്ടു. സ്വർഗത്തിന്റെ തേജസ് പ്രാപിക്കാനുള്ള പിന്നെ ഒരാളും ഇല്ലാത്തത് കൊണ്ടാണ് കുഴഞ്ഞു മറിഞ്ഞൊരു കാലഘട്ടത്തിലേക്ക് ലോകാവസാനത്തിലേക്ക് എത്തുന്നത്. മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നത് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു പോയത്, ഞാൻ അധികം മുമ്പോട്ട് എടുത്ത് പഠിപ്പിച്ചതുകൊണ്ട് അത് മനസ്സിലാകാതെ പോകരുത്. ഇപ്പം നമ്മൾ ഒരു വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ മറിഞ്ഞിരിക്കുന്ന രഹസ്യം കൂടി മനസ്സിലാക്കണം. സ്വർഗമെന്ന് വിളിച്ചിട്ട് അവിടെ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒന്ന് സംബോധന ചെയ്തിട്ട് വിശുദ്ധന്മാരെയും പ്രവാചകന്മാരെയും മാത്രം രക്തസാക്ഷിയുടെ ബന്ധത്തിൽ ഇവിടെ വെളിപ്പെടുത്താൻ കാരണം, അവിടെ പേര് പറയാൻ കാരണം, അതിൽ അപ്പോസ്തല പദവിയിലുള്ളവർ എതിർക്രിസ്തുവിന്റെ ഭരണസമയത്ത് രക്തസാക്ഷിത്വം വഹിക്കുന്നില്ല എന്ന് വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രമാത്രം ആഴമായി ചിന്തിക്കണമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് അതിൻ്റെ സമയത്ത് വീണ്ടും ഞാനൊന്നുകൂടെ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ അത് മനസ്സിലായെങ്കിൽ ഇത്രയും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ. സ്വർഗമെന്ന് അഭിസംബോധന ചെയ്യുന്നത് സ്വർഗീയ തേജസ് പ്രാപിക്കാനുള്ളവരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകാമല്ലോ. ഞാൻ പുനരുത്ഥാനത്തെക്കുറിച്ചും ദൈവതേജസ്സിനെ കുറിച്ചൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മറന്നു പോയിട്ടുണ്ടോ? മറന്നു പോയിട്ടുണ്ടോ എന്നൊരു ഓർമ്മിക്കാം. സ്വർഗീയ തേജസ് പ്രാപിക്കുന്നതിൻ്റെ അകത്ത് 4 ഗണത്തിലുള്ളവരാണുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ ശ്രേഷ്ഠമേറിയത് സൂര്യ തേജസ്സാണ്. മണവാട്ടി സഭയ്ക്കുള്ളതാണ്. അതിനെ വെളിപ്പാട് വാസ്തവത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോസ്തലിക പദവിയിലെത്തുന്നവരാണ്. അത് ക്രിസ്തുവിന്റെ തലയോളം വളരുന്നതാണ് അപ്പോസ്തലിക പദവിയിലെത്തുന്നത്. രണ്ടാമത്തെ കൂട്ടുന്ന ചന്ദ്രശോഭയുള്ളവരാണ്. അത് കുഞ്ഞാടിന്റെ തോഴിയുള്ള ബന്ധത്തിൽ ഉൾപ്പെടുന്നു. അവരെ പ്രവാചകന്മാരുടെ നിലവാരത്തിലാണ് വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്നത്, പ്രവാചകന്മാരുടെ ബന്ധത്തിൽ. മൂന്നാമത്തെ കൂട്ടർ അത് നക്ഷത്ര തേജസ്സുള്ളവരാണ്. നക്ഷത്രങ്ങൾ വ്യത്യാസമുള്ള തേജസ്, അവരെ വിശുദ്ധന്മാരുടെ ബന്ധത്തിൽ പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരെ വെളിപ്പെടുന്നതാണ് സ്വർഗമെന്ന് വെളിപ്പെടുത്തിയില്ല അടങ്ങിയിരിക്കുന്നത്. അതേ അധ്യായത്തിന്റെ 18-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 24-ാം വാക്യത്തിൽ രക്തസാക്ഷികളാകുന്നവരുടെ ബന്ധത്തിൽ പറയുമ്പോൾ അവിടെ പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും പേരുകൾ എടുത്ത് പറഞ്ഞു. അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞില്ല. കാരണം ആ കാലഘട്ടത്തിൽ അതിനു മുമ്പ് നിരവധി അപ്പോസ്തലന്മാരുടെ കൊല ചെയ്യപ്പെടുന്നുണ്ട്. സെഫാനോസ്, അങ്ങനെയുള്ള എത്രയോ വിശുദ്ധന്മാർ രക്തസാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പൗലോസ് ഉൾപ്പെടെയുള്ള എല്ലാവരും രക്തസാക്ഷികളാണ്, അപ്പോസ്തലന്മാരായിട്ടുള്ളവർ. അവരുടെ ശുശ്രൂഷയും പദവിയാണ്. പക്ഷെ ഇവിടെ അന്ന് ആ തികവ് പ്രാപിക്കുന്ന ഗണത്തിലുള്ള ആരും ഉണ്ടായിരിക്കത്തില്ല. പ്രവാചക ശ്രേണിയിലുള്ളവരായിരിക്കും ദൈവസഭയുടെ ശേഷിപ്പിലുള്ളവർ എന്ന് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് എത്രയും രാത്രിയിൽ അതിൻ്റെ ആഴത്തിലേക്കൊന്ന് പോയി നമ്മൾ ചിന്തിച്ചത്. അത് പിന്നീട് നമ്മൾ മനസ്സിലാകുമ്പോൾ അത് ഓർക്കണം. ഇപ്പം ഞാൻ പഠിപ്പിച്ചത് മറന്നു കളയരുത്. സ്വർഗം എന്ന് പറഞ്ഞാൽ ആരാണിത് ഉൾപ്പെടുന്നത്? സ്വർഗം എന്ന് പറഞ്ഞാൽ 3 കൂട്ടരാണ് ഉൾപ്പെടുന്നത്: വിശുദ്ധന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ. നമ്മൾ ഏത് ഗണത്തിൽപ്പെടാനുള്ളവരാ? അപ്പോസ്തലിക പദവിയിൽപ്പെടാനുള്ളവരാ. അപ്പോസ്തലിക പദവി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശുശ്രൂഷയുള്ള ബന്ധത്തിലല്ല. ഇപ്പോൾ പദവിയുള്ള ബന്ധത്തിൽ നമ്മൾ കാണുമ്പോൾ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ അപ്പോസ്തലിക പദവി എന്ന് പറയുമ്പോൾ ആൺ പെൺ വ്യത്യാസമില്ല, സകല ഉൾപ്പെടുന്ന ഒരു പദവിയാണ്. അത് നമുക്കൊരു നിരകളിലേക്ക് എത്തുന്ന ഒരു പദവിയാണ്. അപ്പോസ്തലത്വം പ്രാപിക്കുക, ക്രിസ്തുവിൻ്റെ തികഞ്ഞ അപ്പോസ്തലത്വം പ്രാപിക്കുക എന്ന് പറഞ്ഞത് തികവിലേക്ക് എത്തുന്നതിനെയാണ്. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. എന്നാൽ ഭൂമിയിൽ നടക്കുന്ന ശുശ്രൂഷയിൽ അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്യുന്നത് പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് ശുശ്രൂഷയോട് ബന്ധത്തിൽ കൊടുത്തിട്ടില്ല. എന്നാൽ പദവി നമുക്കുണ്ട്, എല്ലാവർക്കുമുണ്ട്. ഈ ബന്ധത്തിൽ അത് മനസ്സിലാക്കി എടുക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. അതൊരു പദവിയാണ്. ഭൂമിയിൽ പ്രവാചകന്മാരുടെ ബന്ധത്തിൽ പ്രവാചക ശുശ്രൂഷ നമ്മളെല്ലാവരും ചെയ്യുന്നില്ല.
എന്നാൽ പ്രവാചക പദവിയിലേക്ക് ആണ് 60 മേനിയുള്ള തോഴിമാർ ഉൾപ്പെടുന്നത്. അവർക്ക് ആ പദവി ഉണ്ടായിരിക്കും. ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പ്രവാചക ശുശ്രൂഷ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ചെയ്യാം, അതിനകത്ത് വേർതിരിവില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും പറഞ്ഞു വന്നത് ഈ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ വിശുദ്ധന്മാരുള്ള ബന്ധത്തിലും യേശുവിന്റെ സാക്ഷിയുള്ള ബന്ധത്തിലും പറഞ്ഞപ്പോൾ അതാരാകുന്നു എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ വിശുദ്ധന്മാരും യേശുവിന്റെ സാക്ഷികളെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രവാചകന്മാരുള്ള ബന്ധത്തിൽ കൂടി നമുക്കത് മനസ്സിലാക്കണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ അതൊന്ന് ഹിന്ദു ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അത് തുറന്നുള്ള പഠനത്തിൽ 18-ാമത്തെ നമ്മൾ പഠിക്കുമല്ലോ. അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കപ്പെടും. ഇന്ന് രാത്രിയിൽ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പദവികളെക്കുറിച്ചും ശുശ്രൂഷകളെക്കുറിച്ചും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭൂമിയിൽ ചെയ്യുന്ന ശുശ്രൂഷയുള്ള ബന്ധത്തിലല്ല അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് പദവിയുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അപ്പോസ്തലിക പദവിയുള്ള വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടാലും സഭയുടെ അടിസ്ഥാനത്തിന് കുലുക്കം വരുന്നില്ല. പ്രവാചകന്മാർ ഇവിടെ ഉണ്ടായിരിക്കും. അവരുള്ളത് കൊണ്ട് ദൈവസഭയ്ക്ക് ഷെയ്ക്ക് വരത്തില്ല, കുലുക്കം വരത്തില്ല. അവരിലൂടെയാണ് ഈ സാത്താനിക മഹത്വത്തിലും എതിർക്രിസ്തുവിന്റെ ഭരണസമയത്തും ബാക്കിയുള്ളവരുടെ എണ്ണം തികച്ചെടുക്കുന്നതെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ആദ്യമായി എണ്ണം തികഞ്ഞെടുക്കുന്നത് കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ അപ്പോസ്തലിക നിലവാരത്തിലെത്തുന്ന വിശുദ്ധന്മാരുടെ എണ്ണം തികവിലേക്ക് എത്തുന്നത്. അതിനുശേഷം തികയപ്പെടാനുള്ളത് പ്രവാചകന്മാരുടെ എണ്ണത്തിലുള്ളതാണ്. അവരാണ് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അവരുടെ എണ്ണം തികയപ്പെടുന്നത് എതിർക്രിസ്തുവിന്റെ പഠനത്തിന്റെ അവസാനത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ രക്തം ചൊരിയപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധന്മാർ എന്നുള്ളത് ആരാണെന്നുള്ളതും യേശുവിന്റെ സാക്ഷികൾ ആരാണെന്നുള്ളതും മനസ്സിലാക്കിയെങ്കിൽ മൃഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മൃഗം ലോകഭരണത്തിന്റെ അവസാനത്തെങ്കിൽ മൃഗത്തെ വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം മൃഗത്തെ വെളിപ്പെടുത്തിയ പല സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ 7 തലയും 10 കൊമ്പും ദൂഷണനാമങ്ങളും കടുംചുവപ്പ് ഉള്ളവനാണ് ഈ ലോകാവസാനത്തിന്റെ അവസാനത്തെങ്കിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തില് എതിർക്രിസ്തുവിനെ കുറിച്ച് 8 പരാമർശങ്ങൾ ഉള്ളതായിട്ട് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു. 8 പരാമർശങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ മറന്നുപോയി കാണും. കാരണം ഇതെല്ലാം ഓർത്തിരിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ഓരോ സമയത്തും മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കി എടുക്കണം. അത് ഇന്നടത്ത് ഉണ്ടെന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി അത് ഓരോ ഭാഗം എടുക്കുമ്പോഴും ഒന്ന് പുറകോട്ട് പോയി ചിന്തിക്കുന്നത് നമ്മുടെ ഈ ചിന്തയെ ഒന്നുകൂടി ഒന്ന് എനർജൈസ് ചെയ്യാൻ വേണ്ടിയാണ്, ഓർപ്പിക്കാൻ വേണ്ടിയാണ്. 8 പരാമർശങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുഞ്ഞാട് 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് 6-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ. അതിന്റെ 11-ാമത്തെ 7-ാം വാക്യത്തിൽ അവൻ ആഴത്തിൽ നിന്ന് അഥവാ ഇരുളിന്റെ പാർപ്പിടത്തിൽ നിന്ന് കയറി വരുന്നു എന്നുള്ള പരാമർശം വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം. എതിർക്രിസ്തു പൈശാചിക ത്രിമൂർത്തികളുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എതിർക്രിസ്തുവിനെ പൈശാചിക ത്രിമൂർത്തികളുടെ ബന്ധത്തിൽ എതിർക്രിസ്തു ലോകഭരണത്തിനായി പ്രത്യക്ഷപ്പെടുമ്പോൾ ലോക സാമ്രാജ്യത്വങ്ങളുടെ ബന്ധത്തിലാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 10 വരെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലോകഭരണത്തിന്റെ അവസാനത്തെങ്കിൽ മഗതിയാം ബാബിലോണുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എതിർക്രിസ്തു പൈശാചിക ത്രിമൂർത്തികളുടെ ബന്ധത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. 12-ാം അധ്യായം 3 മുതൽ 4 വരെ. എതിർക്രിസ്തു ലോകഭരണത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ലോക സാമ്രാജ്യത്വങ്ങളുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചിരുന്നു. 1-10 വരെയുള്ള വാക്യം പഠിച്ചിരുന്നു. ലോകഭരണത്തിന്റെ അവസാനത്തെങ്കിൽ മഗതിയ ബാബിലോണുള്ള ബന്ധത്തിൽ എതിർക്രിസ്തു വെളിപ്പെടുത്തുന്നതാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് മഹാദിവസത്തിൽ യുദ്ധമാകുന്ന ഹർമോദയ യുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പിൽ പൈശാചികത്വമുള്ള ബന്ധത്തിൽ മൃഗത്തിന്റെ പങ്ക് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 13, 14 വാക്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹർമോദയ യുദ്ധത്തിന്റെ അന്ത്യത്തിൽ മൃഗത്തിനുണ്ടാകുന്ന അതികഠിനമായ പരാജയം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 19, 21 വാക്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എതിർക്രിസ്തു എന്ന മൃഗം നിത്യതയിൽ തീപ്പുകയിലെ നിത്യനാശത്തിലേക്ക് തള്ളപ്പെടുന്നതിനെ കുറിച്ച് വെളിപ്പാട് 20-ാം അധ്യായം 10-ാം വാക്യത്തിൽ അഥവാ നാശത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് മൃഗമാണ്. അങ്ങനെ 8 പരാമർശങ്ങളാണ് ഈ പറയുന്ന വെളിപ്പാട് പുസ്തകത്തിൽ മൃഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നാം ഇപ്പോൾ ചിന്തിക്കുന്നത് ലോകഭരണത്തിന്റെ അവസാനത്തെങ്കിൽ മഗതിയ ബാബിലോണിനുള്ള ബന്ധത്തിൽ എതിർക്രിസ്തുവാകുന്ന മൃഗത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ
ഓരോ സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ എതിർക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കി എടുക്കുന്നത് നമുക്ക് ഓരോ മനസ്സിലാക്കാൻ വേണ്ടിയാണ് 8 പരാമർശങ്ങൾ പറയുന്നത്. ഇപ്പോൾ 7 തലയും 10 കൊമ്പും ദൂഷണനാമങ്ങളും കടുച്ചുവപ്പു ഉള്ളവനാണ് ഇവൻ, ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായതാണ്. ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഇല്ലാത്തതാണ്, വരുവാനുള്ളതുമായവനാണ്. അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുന്നവനാണ് ഇത് ക്രിസ്തു മൃഗം. ലോകസ്ഥാപനം മുതൽ ജീവവസ്തുവിൽ പേരെഴുതപ്പെട്ടില്ലാത്തവർ കണ്ട് അതിശയിത്തക്ക പ്രവർത്തി ചെയ്യുന്നവനാണ് ഇത് ക്രിസ്തു. 13-ാമത്തെ 8-ാം വാക്യത്തിലും 17-ാമത്തെ 8-ാം വാക്യത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകസ്ഥാപനം മുതൽ ജീവവസ്തുത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്തവർ കണ്ട് അതിശയിത്തക്ക പ്രവർത്തി എന്ന് പറഞ്ഞാൽ ലോകസ്ഥാപനത്തിൽ എഴുതി തുടങ്ങിയ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത, നിത്യജീവൻ യോഗ്യതയില്ലാത്ത എല്ലാവരും ഇവനെ കണ്ട് നമസ്കരിക്കും എന്നാണ് ഈ എതിർക്രിസ്തുവിന്റെ ഭരണ ആരംഭത്തോടുള്ള ബന്ധത്തിലും അവസാനത്തോടുള്ള ബന്ധത്തിലും വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ പ്രകാരമുള്ള എതിർക്രിസ്തുവാകുന്ന മൃഗത്തിന് 7 തലയും 10 കൊമ്പുമാണുള്ളത്. അവയുടെ വിശദീകരണം ഒന്നുകൂടി ഇവിടെ ഞാൻ പ്രസ്താവിക്കാൻ പോവുകയാണ്. നമ്മളിതേക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഒന്നുകൂടി അതിന്റെ വിശദീകരണം നമുക്ക് ഓർക്കാൻ വേണ്ടി, മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ പഠിക്കാം. മൃഗത്തിന്റെ 7 തല, സ്ത്രീ ഇരിക്കുന്ന 7 മല, അവ 7 രാജാക്കന്മാരുമാകുന്നു. ഇതിനെ ചിലര് മിസ്ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് ചില വ്യക്തികളാണെന്നുള്ള പഠിപ്പിലേക്ക് പോകാറുണ്ട്. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കും. ഞാൻ പേര് പോലും പറയുന്നില്ല. ഇപ്പം സ്ത്രീ ഇരിക്കുന്ന 7 അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ ഏതെങ്കിലും ഒരു മനുഷ്യനോട് ബന്ധത്തിൽ വെളിപ്പെടുത്തി, പണ്ട് നമുക്കറിയാമല്ലോ ബാബേൽ ഇറാഖിന്റെ ആളിനെ എതിർക്രിസ്തുവാക്കിയതെ കുറിച്ചൊക്കെ അറിയാമല്ലോ. അത് അങ്ങനെയുള്ളൊരു തെറ്റായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ പോകത്തില്ല. എന്താണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ആത്മീയ വിവേചിക്കപ്പെടെ ആത്മീയമായിരിക്കണം. അതിനെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് വെറുതെ പഠിപ്പിച്ചു വെച്ചാൽ അത് തെറ്റായിട്ടുള്ളതാണ്. ഇപ്പോൾ സ്ത്രീ ഇരിക്കുന്ന 7 മല, അവ 7 രാജാക്കന്മാരാകുന്നു. യോഹന്നാൻ ദർശനം കാണുന്നതിന്റെ പൊരുൾ 7 പേരിൽ 5 പേർ വീണുപോയി എന്നുവെന്നും ഒരുത്തൻ അപ്പോൾ ഭരണത്തിലുണ്ടെന്നും അവന് ശേഷം മറ്റൊരുവൻ കൂടി റോമാ സാമ്രാജ്യത്തിൽ എഴുന്നേൽക്കുമെന്നുള്ളതായിരുന്നു. അതിനുശേഷം ലോക അവസാനത്തിന്റെ അന്ത്യത്തിൽ ആ സാമ്രാജ്യത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ് മൃഗം. അവൻ 8-ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനുമാകുന്നു. അതാണ് മൃഗത്തിന്റെ 7 തലയോടുള്ള ബന്ധത്തിൽ ദൂതൻ യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുത്തത്. ഇത് ക്രിസ്തുവിന്റെ ഭരണാവസാനത്തിൽ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് ലോകഭരണത്തിന്റെ അവസാന ഭരണാധിപനായി ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മമാണ് ജ്ഞാനബുദ്ധിയാൽ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അത് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് 4-ാമത്തെ മൃഗത്തിന് 10 കൊമ്പുണ്ടെങ്കിലും എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന കാലത്ത് റോമാ സാമ്രാജ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 10 രാജ്യങ്ങളിൽ 3 എണ്ണം വേരോടെ പറഞ്ഞു പോകുമെന്ന് ദാനിയേൽ പ്രവചനം 7-ാമത്തെ 8-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ യുവിനെ കുറിച്ചും യൂറോപ്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിച്ചിരുന്നു. അതിപ്പോൾ 27 അംഗരാഷ്ട്രം 28 27 അതിൻ്റെ എണ്ണം കുറഞ്ഞു വരും. അത് 10 രാഷ്ട്രത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക. എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടാനുള്ള സമയമാകുന്നു. അവൻ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് 10-ൽ നിന്ന് 3 കൂടെ മാറിപ്പോകും, 7 ആയി മാറും. ഇവനായിരിക്കും 8-ാമനെന്ന് പറഞ്ഞു പോകുന്നതിനാൽ അന്ന് നിലവിലുണ്ടായിരിക്കുന്ന 7 രാജ്യങ്ങളായിരിക്കും. അവയുടെ ഇടയിൽ മറ്റൊരു കൊമ്പായി മുളച്ചു വരുന്നവനാണ് 8-ാമത്തവനും. 7 പേരിൽ ഉൾപ്പെടുന്നവനായ 8-ാമനാണ് എതിർക്രിസ്തു ആകുന്ന മൃഗം. അപ്പോൾ ലോകത്തിന്റെ സാമ്രാജ്യത്തെ വ്യവസ്ഥിതിയെ നമ്മളിന്ന് പഠിക്കാമെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം യൂറോപ്യൻ യൂണിയൻ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടായിരിക്കുന്നതും 28 രാഷ്ട്രങ്ങൾ 27 മാറി. അതിൽ നിന്ന് ചില രാജ്യങ്ങൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിന്തിച്ചുകൊള്ളുക. 10 എന്നുള്ള എണ്ണത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാകുക എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടാനുള്ള സമയമാകുന്നു. അതിൽ നിന്ന് 3 എണ്ണം പൊടുന്നനവേ ഇല്ലാതായത്തിൽ 3 രാഷ്ട്രങ്ങൾ മാറും, 7 എണ്ണം അവശേഷിക്കും. എന്നാൽ അതിനകത്ത് 8-ാമനായി ഒരുവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. അവനാണ് ലോകത്തെ കിരാതഭരണത്തിലേക്ക് നയിക്കാനുള്ള എതിർക്രിസ്തുവായി സാത്താൻ കൊണ്ടിരുന്നത്. അവൻ ആരായിരിക്കും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അത് പ്രത്യേകമായിരിക്കുന്ന ഒരു സൃഷ്ടിയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചും നാം അന്നേരം നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ 8-ാം എതിർക്രിസ്തു മൃഗം, അതാണ് ഇവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഭൂവാസികളുടെ മേൽ അധികാരമുള്ള ഏകലോക ഭരണമായിരിക്കും എതിർക്രിസ്തു ഭരണകാലത്ത് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലോ. അന്നത്തെ ലോകത്തെ വളരെയധികം ശീഘ്രതയോട് വളരെ വേഗതയിൽ നിയന്ത്രിക്കേണ്ട ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായി
ഇത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് 13-ാം അധ്യായത്തിന് നമ്മൾ പഠിച്ചിരുന്നു. അതൊന്നുകൂടി ലോകാവസാനത്തിന് അന്ത്യത്തോടുള്ള ബന്ധത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ലോക സംഭവത്തെ ലോകജാതികളുടെ ബന്ധത്തിൽ നിയന്ത്രിക്കുന്ന മഗതിയാം ബാബിലോനാണ് എതിർ ക്രിസ്തു ചുമന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ലോകത്തിന്റെ സമ്പത്തിനെ ചുമന്നുകൊണ്ട് നിൽക്കുന്നതാണ് ഇവന്റെ പദ്ധതി, ഇവന്റെ ദൗത്യം. എതിർ ക്രിസ്തു ചുമന്നുകൊണ്ട് നിൽക്കുന്ന ലോകഭരണം, സാമ്പത്തികം, മതം, സംസ്കാരം, ഇവ നാലിന്റെയും നിയന്ത്രണ അധികാരം ഏകലോക സാമ്രാജ്യത്തിന് രാഷ്ട്രത്തലവനായിരിക്കുന്ന സാത്താൻ ഭരണത്തലവനായ എതിർ ക്രിസ്തുവിനെയാണ് ഫലമേൽപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എതിർ ക്രിസ്തുവിനെ സഹായിക്കുന്ന ജാതികളുടെ മേൽ വലിയ സ്വാധീനമുള്ളതും ലോകസ്നേഹത്തിൽ വേരൂന്നിരിക്കുന്നതുമായ ബാബിലോനാണ്. അപ്പോൾ ഈ ബാബിലോൺ എന്ന മഹാനഗരമാണ് ഇതിന് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത്. മൃഗത്തെയും മഗതിയാം ബാബിലോനെയും തമ്മിൽ ബന്ധിപ്പിച്ചു നിർത്തുന്നതിലെ മുഖ്യ കണ്ണി യവന സാമ്രാജ്യത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന സൂത്രധാരകനായ പൈശാചിക സാമ്രാജ്യത്തിന് ഉപദേഷ്ടാവായ കള്ളപ്രവാചകനായിരിക്കും. അവൻ ലോകജാതികളെ കൊണ്ട് എതിർ ക്രിസ്തുവിനെ ആരാധിപ്പിക്കുകയും ലോകമനുഷ്യരെ സകല അസത്യത്തിലും വഴിതെറ്റി നടക്കുമാറാക്കുകയും ചെയ്യുന്നു. വേശ്യാസിരിക്കുന്നവരുടെ ബന്ധത്തിൽ 3 പരാമർശങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിലുള്ളത്. അതുകൂടി പറഞ്ഞ് രാത്രിയിൽ അവസാനിപ്പിക്കാം. പരാമർശം വഴി പെരുവെള്ളത്തിന്മേലിരിക്കുന്നു 17-ാം അധ്യായം 2-ാം വാക്യം. അതിന്റെ പൊരുൾ വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളുമാണ് പെരുവെള്ളം കാണിക്കുന്നത്. 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്നു പറയുമ്പോൾ 17-ാം അധ്യായം 15-ാം വാക്യത്തില് പൊരുൾ വെളിപ്പെടുത്തിയാണ് വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും എന്ന്. മൃഗത്തിന്റെ മേലിരിക്കുന്നു എന്ന് 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുമ്പോൾ എതിർ ക്രിസ്തുവിന്മേലിരിക്കുന്നു എന്ന് 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് വെളിപ്പെടാൻ സാധിക്കുന്നു. 7 മലയോടുള്ള ബന്ധത്തിൽ 17-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ പിന്തുടർച്ചെന്നുമാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഇതേ തുടർന്ന് മൃഗത്തിന്റെ തലയിലെ 10 കൊമ്പുകളെ കുറിച്ചുള്ള വ്യാഖ്യാനമാണ് 17-ാം അധ്യായം 12 മുതൽ 18 വരെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ പഠിച്ച ഭാഗത്തിന്റെ ഒരു ആവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി സമയം തീർന്നുകൊണ്ട് ഞാൻ ഈ ഭാഗത്തിന് വിരാമമിടുന്നു. ഇവിടെ എതിർ ക്രിസ്തുവിന്റെ ഭരണ ആരംഭത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തിൽ അതിന് പ്രാതിനിധ്യം കൊടുക്കുന്നത് അന്നത്തെ ലോക സമ്പദ് വ്യവസ്ഥയുള്ള ബന്ധത്തിലുള്ള മർമ്മം മഗതിയാം ബാബിലോൺ ആയിരിക്കും. അന്നത്തെ സകല സമ്പാദ്യത്തിന്റെയും ഉദ്ദേശം മുഴുവനും മ്ലേച്ഛതയായിരിക്കുന്ന പാപത്തിന്റെ ഭരണത്തിന് വേണ്ടിയുള്ള സമ്പാദ്യമാണ് ഇത് ചുമന്നുകൊണ്ട് നിൽക്കുന്നത്. അതിന്റെ മുഖ്യ കേന്ദ്രമായി മർമ്മം മഗതിയാം ബാബിലോൺ മാറ്റപ്പെടുന്നു. അത് നഗരമായി മഹാനഗരമായി നിൽക്കുന്നു എന്നുള്ളത് വെളിപ്പെടുമ്പോൾ അതിന്റെ നാശത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. 7ാമത്തെ കലശമൊഴിക്കുമ്പോൾ ഈ നഗരം 3 അംശമായി പിരിയുന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെ സമ്പദ് വ്യവസ്ഥ താറുമാറാകുന്ന ഒരവസ്ഥ വരുമ്പോൾ ചുമന്നുകൊണ്ടിരിക്കുന്ന മൃഗം തന്നെ, അവന്റെ സഖ്യകക്ഷികൾ തന്നെ ഇതിനെ ദേഷിച്ച് അതിനെ ചുട്ടുകളയുന്നുള്ള ബന്ധത്തിലാണ് അതിന്റെ ന്യായ വിധി നടക്കുന്നത്. ആരാണോ ചുമന്നുകൊണ്ട് നിൽക്കുന്നത് അവൻ തന്നെ ദേഷിച്ച് ഈ നഗരത്തെ ചുട്ടുകളയും. രാത്രി സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപയാൽ നാം ചുട്ടുകളയപ്പെടുവാനുള്ളവരല്ല. എതിർ ക്രിസ്തുവും സഖ്യകക്ഷികളെയും നാം ചുമന്നുകൊണ്ട് നിൽക്കുന്ന മൃഗം അത് തകർന്നു പോകുവാൻ തുടങ്ങുമ്പോൾ, 3 അംശമായി പിരിയുമ്പോൾ, അതിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തടസ്സം വരുമ്പോൾ, അത് ഇല്ലാതായിത്തീരുമ്പോൾ ഇവര് ദേഷിച്ച് അതിനെ ഇല്ലാതാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നു എന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതേക്കുറിച്ച് നമ്മൾ ദിവസം ചിന്തിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗമെല്ലാം ആവർത്തിച്ച് പറയേണ്ട പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ആവർത്തന വിരസത ഉണ്ടാകരുത്. വെളിപ്പാട് എഴുതിയിരിക്കുന്നതിന് ഉദ്ദേശമുണ്ട്. ഓരോന്നും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഓരോന്നിനുള്ള ബന്ധത്തിലുള്ളതാണ്. അതെന്താണെന്ന് നമ്മൾ വ്യാഖ്യാനിച്ചു പോകുന്നു. രാത്രി കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വരാൻ പോകുന്ന ഭീകരമായിരിക്കുന്ന ഒരവസ്ഥ ലോകത്ത് വരാൻ പോകുന്നു. അത് അശുദ്ധിയുടെ മ്ലേച്ഛതയുടെ പാനപാത്രവുമായി ഒരു സ്ത്രീ വെളിപ്പെടാൻ പോവുകയാണ്. അത് ലോകജനതയെ വശീകരിച്ച് യുവതലമുറകളെ വശീകരിച്ച് പൈശാചിക ആരാധനയിലേക്ക് നയിക്കും. അതിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. അതിനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഞങ്ങളെ ഈ ലോകത്തിന്റെ യാതൊരുവിധമായ സമ്പന്നത കൊണ്ടുമല്ല അലങ്കരിച്ചിരിക്കുന്നത്. നമ്മെ അലങ്കരിച്ച സൽപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കപ്പെടുവാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ പുറമെയുള്ള എന്തെങ്കിലും അലങ്കാരങ്ങൾ കൊണ്ടല്ല നാം വെളിപ്പെടുത്തുന്നത്. രാത്രിയിൽ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെട്ട് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട്
നമുക്ക് വിശുദ്ധിയെ തികച്ചുകൊണ്ട് അവൻ തന്നിരിക്കുന്ന ആ വിശുദ്ധിയുടെ പാനപാത്രം കരങ്ങളിൽ ഏന്തിക്കൊണ്ട്, രക്ഷയുടെ പാനപാത്രം കയ്യിൽ ഏന്തിക്കൊണ്ട് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടെ സംഗീതം പറഞ്ഞാൽ, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുമെന്നാണ്. അശുദ്ധിയുടെ പാനപാത്രം പിടിക്കുന്ന ഒരു കൂട്ടം നിൽക്കുമ്പോൾ, മറുഭാഗത്ത് രക്ഷയുടെ പാനപാത്രം എടുക്കുന്നവരാണ് നമ്മൾ. ക്രിസ്തു മുഖാന്തരം, പരിശുദ്ധാത്മാ മുഖാന്തരമായി രക്ഷയുടെ പാനപാത്രമാണെങ്കിൽ, ദുഷ്ടൻ മുഖാന്തരമായി ഉളവാകപ്പെടുന്നത് നാശത്തിന്റെ, നശീകരണത്തിന്റെ, എന്നേക്കുമായി നിത്യനരകാഗ്നിയിലേക്ക് പോകാനുള്ളവരുടെ കൂട്ടമാണ് ഈ പാനപാത്രത്തോട് ബന്ധത്തിൽ നിൽക്കുന്നത്. രാത്രിയിൽ നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, മനുഷ്യൻ ഏത് വേണം തിരഞ്ഞെടുക്കാം. വിശുദ്ധി തിരഞ്ഞെടുത്ത് രക്ഷിക്കപ്പെടണമോ, അതോ അശുദ്ധിയാകുന്ന പാപത്തിൽ ഈ ദിവസങ്ങളിൽ അതിനോട് ബന്ധപ്പെട്ട് അതിൽ ആറാടി നിത്യനാശത്തിലേക്ക് പോകണമോ എന്നുള്ളത് തിരഞ്ഞെടുപ്പാനുള്ള ഒരു സാവകാശം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഭൂമി തന്നിരിക്കുന്നു. കൃപയാൽ ജ്ഞാനം പ്രാപിച്ച്, ദൈവകൃപയാൽ ദൈവഭയമുണ്ടായി പരിജ്ഞാനം പ്രാപിച്ചതുകൊണ്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്രിസ്തു നമുക്കൊരുക്കിയിരിക്കുന്ന രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് രാത്രിയിൽ സ്തോത്രം ചെയ്യാം. മറുഭാഗത്ത് നാശത്തിൻ്റെതായ ശക്തികൾ അതേ അനേകരെ വശീകരിച്ച് പാപത്തിന്റെ മ്ലേച്ഛതയിൽ കൂടി കൊണ്ടുപോയി നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അതിൽ നമ്മെ വിടുവിച്ചെടുത്ത ദൈവത്തിന് രക്ഷയുടെ പാനപാത്രം വഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവന്റെ രക്തത്തിന്റെ വിശുദ്ധീകരണ ശക്തിക്കായി രാത്രി സ്തോത്രം ചെയ്തുകൊണ്ട് ലോകത്തിൽ വരാൻ പോകുന്ന വിപത്തുകളെ വെളിപ്പെടുത്തുക എന്നുള്ള ദൗത്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് അത് നടപടിയായി ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ വചനത്തിൽ വിരാമം ഇടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.